Hello dear students. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാവുന്ന നാളെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഏകദേശം ഷുവറായി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ആണ്, പെട്ടെന്ന് തീരും. വേഗം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് ഹാപ്പി ആയി പഠിച്ച് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Give an example for a body possessing zero velocity which is accelerating. ഒരു ബോഡിക്ക് വെലോസിറ്റി 0 എന്നാൽ അത് ആക്സിലറേറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അല്ലേ. അപ്പോൾ നോക്കൂ മക്കളെ, എന്താണത് ഒരു കേസ്. ഒരു ബോഡി എന്ത് ചെയ്യാണ്, ത്രോ അപ്വേർഡ്സ് when it reaches at the maximum height. അത് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഈ ബോഡിയുടെ വെലോസിറ്റി എന്താ മക്കളെ, ഇവിടെ velocity 0 ആണ്, but it is still accelerating with an acceleration -g. set അല്ലേ. അപ്പോൾ when a body throw upwards and when it reaches at the maximum height then its velocity will be 0 but it is still accelerating. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെറ്റ് 1 മാർക്ക് കൈ വീണു മക്കളെ. അടുത്തത്, show that area under velocity time graph gives displacement. velocity time ഗ്രാഫിന്റെ അടിയിലേക്കുള്ള എന്തെടുത്താൽ, ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ഷോ ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്ന് ഷോ ചെയ്യണം. നോക്കുക, ലിസൺ, ദാറ്റ് ഈസ് ഇതാണ് വെലോസിറ്റി, ഇതാണ് മക്കളെ എന്ത്, ടൈം ഗ്രാഫ്. സെറ്റ് അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരക്കുന്നു, ദിസ് വൺ. ഓക്കെ, സോ ഞാൻ ഇതിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കാൻ പോവാണ്. ഇതിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കുമ്പോൾ മക്കളെ ഇതെന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. ഇത് വെലോസിറ്റി, ഇത് ടൈം ആണ് കേട്ടോ, ടൈം ഗ്രാഫ് ആണ്. ലിസൺ, ഇവിടെ നമുക്ക് എന്ത് കാണിക്കാം, ഇത് ഫൈനൽ വെലോസിറ്റി v, ഇത് u ആണടാ, ഇത് u ആണ്, അത് v ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് ടൈം t ആയിക്കോട്ടെ. ഞാൻ ഇതിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കാൻ പോവാണ്. ഏരിയ പറയുമ്പോൾ ഈ ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ പറയുമ്പോൾ ഈ ഏരിയയുണ്ട് അല്ലെ, 2 ഏരിയ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ഈക്വൽ ടു എടുക്കാൻ പോവാണ്. അത് ഞാൻ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എടുക്കും. ഇതെന്താ മക്കളെ, u ആണ്. സോ ദിസ് വിൽ ബി, ഇത് u ആണ്. ഇത് എത്ര ഉണ്ടാവും മക്കളെ, ഇത് v ആണ്. ഇത് എത്രയാടാ, ഇത് t ആണ്. ഇത് എത്ര ഉണ്ടാവടാ, ഇത് v മൈനസ് u ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കുക. ഇനി ഏരിയ എടുക്കുമ്പോൾ ഈ ഏരിയ എന്താടാ, ut പ്ലസ്, ഇതെന്താണ് ut പ്ലസ്, അടുത്ത് ഇതെന്താ, ട്രയാങ്കിൾ. അപ്പൊ എന്താ, ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, എന്താ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ് വി മൈനസ് യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ut പ്ലസ് half into t into മക്കളെ what is a is equal to v minus u by t, so what is at is equal to v minus u. substitute ചെയ്യുക, v minus u അത് at കൊടുക്കുക. അപ്പോൾ at കൊടുക്കുമ്പോൾ എന്താടാ, that is equal to ut plus ഹാഫ് at സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ SLA. അപ്പൊ എന്താണ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്നതിന്റെ പ്രൂഫ് ആയിട്ട് ഇത് കാണിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. 2 മാർക്ക് കൈ വന്ന്. സെറ്റ് അല്ലേ മക്കളെ, റെഡി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റിലേഷൻ എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ പറയാം. അങ്ങനെ പറഞ്ഞാലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇത് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ അത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നെക്സ്റ്റ് നോക്കാം. വൈൽ ഫയറിംഗ് എ ബുള്ളറ്റ് ദ ഗൺ റീകോയിൽസ്. ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. എടാ, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗൺ റീകോയിൽ ചെയ്യുമെന്ന് സെറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. വിച്ച് കൺസർവേഷൻ ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ. ഏത് കൺസർവേഷൻ ലോ ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക മക്കളെ? ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. റോക്കറ്റ് പ്രൊപ്പൽഷനിലും നിങ്ങൾക്ക് എന്ത് പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയാം. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ അല്ലെങ്കിൽ റീകോയിൽ ഓഫ് ഗണ്ണിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയാം. ഇതൊക്കെ എന്തുമാണ്, തേർഡ് ലോന്റെ എന്തുമാണ് ആപ്ലിക്കേഷൻ ആയിട്ടും പറയാറുണ്ട്. ഓക്കെ, സോ ഏത് കൺസർവേഷൻ ലോ എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞിരിക്കണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്,
in the firing process, വെടിവെക്കുന്ന പ്രോസസ്സിൽ the speed of the gun is very low compared to the speed of bullet. ബുള്ളറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ നോക്കടാ, ഇത് ഗണ്ണാണ്, ഇത് ബുള്ളറ്റ് ആണ് അല്ലേ. ബുള്ളറ്റിന്റെ സ്പീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗണ്ണിന്റെ സ്പീഡ് വളരെ ലോ ആണ്. Substantiate the above statement mathematically. We know that എന്തറിയാടാ പറ, mass into velocity എന്താ, m into listen ശ്രദ്ധിക്കണം, mass into velocity ഇതാരതാ മക്കളെ, 1 second ഇതാ mass into velocity, ഗണ്ണിന്റെ mass into ഗണ്ണിന്റെ velocity അതെന്താ, ഗണ്ണിന്റെ മൊമെന്റം അല്ലേ. ഈ should be equal to ബുള്ളറ്റിന്റെ mass into ബുള്ളറ്റിന്റെ velocity. ഒരു നെഗറ്റീവ് ഉണ്ടാകും. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗണ്ണ് ഫയർ ചെയ്യുന്നതിന്റെ മുൻപ് ഈ ഗണ്ണിന്റെയും ബുള്ളറ്റിന്റെയും ടോട്ടൽ മൊമെന്റ് എന്താണ്, 0 ആണ്. എന്നാൽ ഫയറിംഗ് നടന്നു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് സ്മോൾ v വെലോസിറ്റിയിൽ പോകും, ഈ ഗണ്ണ് ഇങ്ങോട്ടേക്ക് ക്യാപിറ്റൽ വെലോസിറ്റിയിൽ തിരിച്ചടിക്കും അല്ലേ. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ m ആണ്, ബുള്ളറ്റിന്റെ മാസ് സ്മോൾ m ആണെങ്കിൽ ആഫ്റ്റർ ഫയറിംഗും ടോട്ടൽ മൊമെന്റം എന്തായിരിക്കണം, 0 തന്നെ ആയിരിക്കണം. ബിക്കോസ് മൊമെന്റം കൺസർവ് ചെയ്യണം. അതിന്റെ ഫലമായിട്ട് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്താ, mv പ്ലസ് mv ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ആണ്. ബിഫോർ ഫയറിംഗിൽ ടോട്ടൽ മൊമെന്റം 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ക്യാപിറ്റൽ m into v is equal to minus small m into small v. So from this expression, now listen മക്കളെ, എന്താണ് ക്യാപിറ്റൽ v മൈനസ് mv by m. സെറ്റ് അല്ലേ, സെറ്റ് ആണ്. Now listen, ഈ സ്മോൾ m by ക്യാപിറ്റൽ m എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ മാസ് ബൈ ഗണ്ണിന്റെ മാസാ. ഇറ്റ്സ് വെരി ലെസ് ദാൻ 1. അത് 1നേക്കാൾ വളരെ ചെറുതാണ്, വളരെ ചെറിയ വാല്യൂ ആണ്. ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ക്യാപിറ്റൽ വി. അപ്പൊ എന്താ ക്യാപിറ്റൽ വിന്റെ അവസ്ഥ, ക്യാപിറ്റൽ വിന്റെ അവസ്ഥ അല്ല, സോറി, m ബൈ, അപ്പൊ ഞാൻ ഇതാ ക്യാപിറ്റൽ v ബൈ സ്മോൾ v ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് സ്മോൾ m ബൈ ക്യാപിറ്റൽ m ആണ്. ഇത് വെരി ലെസ് ദാൻ 1 അല്ലേ, വെരി ലെസ് ദാൻ 1 അല്ലേ. അപ്പൊ ഈ സാധനം എന്താ മക്കളെ, ക്യാപിറ്റൽ v ബൈ സ്മോൾ v വെരി ലെസ് ദാൻ 1 ആണ്. ക്യാപിറ്റൽ v വെരി ലെസ് ദാൻ എന്താണ്, സ്മോൾ v എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ വെലോസിറ്റി ബുള്ളറ്റിന്റെ വെലോസിറ്റിയേക്കാൾ വളരെ ചെറുതാണ്. മാത്തമാറ്റിക്കലി ഞാൻ എന്ത് പ്രൂവ് ചെയ്തു, ഈ ഒരു പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആണല്ലോ. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല. ഗണ്ണിന്റെ മാസ് കൂടുതലായതുകൊണ്ട് ഗണ്ണിന്റെ വെലോസിറ്റി വളരെ എന്തായിരിക്കും, ചെറുതായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്, മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബുള്ളറ്റ് പോകുന്ന മൊമെന്റം തന്നെ ആയിരിക്കണം ഗണ്ണിന് ഉണ്ടാവേണ്ടത്. ബുള്ളറ്റ് അങ്ങോട്ടേക്ക് ഒരു മൊമെന്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗണ്ണ് ബാക്കോട്ടേക്ക് മൊമെന്റം ഉണ്ടാക്കണം. ഈ രണ്ട് മൊമെന്റങ്ങളും എന്താ, വെക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുമ്പോഴേ അത് ക്യാൻസൽ ഔട്ട് ആവുള്ളൂ. കാരണം ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിന്റെ മുൻപ് ടോട്ടൽ മൊമെന്റം 0 ആണ്, ബുള്ളറ്റ് ഫയർ ചെയ്താലും ടോട്ടൽ മൊമെന്റം 0 ആണ്. കാരണം ഫയറിംഗ് പ്രോസസ്സിൽ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് വരുന്നില്ല, ഇന്റേണൽ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. മൊമെന്റം മാറണമെന്നുണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റം മാറണം, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വരണം. ഇവിടെ ആ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് മൊമെന്റം മാറാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. റെഡി, നെക്സ്റ്റ് അടുത്തത്. Which type of elasticity is involved in stretching a wire? ഒരു വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് വരിക എന്ന് മക്കളെ ശ്രദ്ധിക്കേ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഞാനിങ്ങനെ മിക്സ്ഡ് ആക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനറിയോ, നമ്മൾ ഒരു ചാപ്റ്ററിലേക്ക് തന്നെ ബയാസറായി പോകണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ആ ചാപ്റ്ററിലേക്ക് വേഗം പോകാൻ പറ്റണം. അതാണ് കഴിവ് എന്ന് പറഞ്ഞത്. റെഡി, സോ ലിസൺ. വിച്ച് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻവോൾവ്ഡ് ഇൻ സ്ട്രെച്ചിങ് എ വയർ? ഒരു വയർ പിടിച്ചു വലിക്കുമ്പോൾ അവിടെ എന്ത് ഇലാസ്റ്റിറ്റിയാണ് മക്കളെ വരുന്നത്? യങ്സ് മോഡുലസ് ആണ്. ഇലാസ്റ്റിറ്റി അല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഏതൊക്കെ ഉണ്ട്? യങ്സ് മോഡുലസ് ഉണ്ട്, പിന്നെ ഷിയർ മോഡുലസ് ഉണ്ട്, പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്. ഇതിൽ ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി മക്കളെ വരിക? that is യങ്സ് മോഡുലസ്. നെക്സ്റ്റ് വൺ, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. വൈ? മക്കളെ ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ടാണ് സ്റ്റീല് റബ്ബറിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്? ഒറ്റ കാര്യം. അപ്പോൾ നിങ്ങൾ ആ കാര്യം പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കണം, മനസ്സിലാക്കി വെക്കണം. സ്റ്റീലാണോ റബ്ബറാണോ മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, സ്റ്റീലാണ് എന്ത് മോർ ഇലാസ്റ്റിക്. ഓക്കെ അല്ലേ, റബ്ബർ അല്ല. നമ്മൾ വിചാരിക്കും റബ്ബറാന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് സ്റ്റീല് മോർ ഇലാസ്റ്റിക് എന്ന് പറയാനുള്ള കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓക്കെ റബ്ബറിനേക്കാൾ കൂടുതലാണ് എന്നെഴുതുക. ഓക്കെ അല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ എന്ന് പറഞ്ഞാലും മതി.
കാരണം സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ പറയാ യങ്സ് മോഡുലസ് ആ പറയാ ടെൻസൈൽ സ്ട്രെസ് ആ കൊടുക്കുന്നതെങ്കിൽ ഫൈൻ. സോ ലിസൺ, അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ അടിക്കേണ്ടത് കേട്ടോ. എന്താ പോയിന്റ് അടിക്കേണ്ടത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് റബ്ബർ. അതടിച്ചാൽ 1 മാർക്കാണ് പോക്കറ്റിലായി. അടുത്ത്, if the bulk modulus of water is 2 into 10 raised to 9. മക്കളെ, bulk modulus of water 2 10 raised to 9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ കംപ്രസിബിലിറ്റി നോക്കണം അല്ലേ? കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 by bulk modulus. 1 by bulk modulus എന്ന് പറയുമ്പോൾ 2 10 raised to 9 that is equal 1 by 2 is 0.5 10 raised to -9 മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ compressibility. Compressibility is the reciprocal of bulk modulus ആണ് അറിയുമെങ്കിൽ very simple questions ആണ്. Okay, mechanical properties of solids ആണ് chapter, right? Next question. When water flowing in a broader pipe enters into a narrow pipe, broader pipe കൂടെ വെള്ളം വന്നിട്ട് അതൊരു narrow pipe കൂടെ പോവാ, കണ്ടാൽ തന്നെ മനസ്സിലാവും. Mechanical properties of fluids. Okay, its pressure decreases. Do you agree with this statement? Explain. എടാ, ഇതിലൂടെ ഒരു സാധനം ഒരു ഫ്ലൂയിഡ് വന്ന് ദീ കൂടെ അങ്ങ് പോണ സമയത്ത് അവിടെ എന്താ പറയുന്നത്? പ്രഷർ ഡിക്രീസസ്. ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്യാം. എടാ മക്കളെ, അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ when area decreases, എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ? AV is a constant. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്തായിരിക്കണം? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഒരു പൈപ്പ് കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ പൈപ്പിന്റെ ഏരിയ ഇൻറ്റു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, ആ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെയൊക്കെ A ഇൻറ്റു V കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ ആര് കൂടിയോളണം? വെലോസിറ്റി കൂടിയോളണം. അപ്പോൾ ഇവിടെ എന്താ? ഏരിയ കുറഞ്ഞതുകൊണ്ട് വെലോസിറ്റി കൂടും. ഇനി അക്കോർഡിംഗ് ടു ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരം P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് h rho g is equal to a constant ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടേക്ക് എത്തിയ സമയത്ത് അവിടെ എന്ത് കൂടി മക്കളെ? വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടിയാൽ സ്വാഭാവികമായിട്ടും ആര് കൂടും? വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഹാഫ് റോ വി സ്ക്വയർ കൂടും. ഈ ഹാഫ് റോ വി സ്ക്വയർ കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി സെയിം ഹൈറ്റ് ആയതുകൊണ്ട്, രണ്ട് ഭാഗവും സെയിം ഹൈറ്റിൽ തന്നെ ആയതുകൊണ്ട് എച്ച് റോജിക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കൂല. അപ്പോൾ ഇത് കൂടാൻ പറ്റില്ല, ബിക്കോസ് ഇതിന്റെ സമ്മ് കോൺസ്റ്റന്റ് ആണ്. ഇത് കൂടാൻ പറ്റും. ഇത് കൂടിയാലും ടോട്ടൽ വാല്യൂ മാറാൻ പാടില്ല. അതുകൊണ്ട് ആര് കുറഞ്ഞോളണം? പ്രഷർ കുറഞ്ഞോളണം. അപ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസ് ചെയ്യും. സോ ഏരിയ കുറഞ്ഞപ്പോൾ വെലോസിറ്റി കൂടിയത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരമാണ്. വെലോസിറ്റി കൂടിയപ്പോൾ പ്രഷർ കുറഞ്ഞത് ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. സോ കൃത്യമായിട്ട് ആൻസർ എഴുതുക മക്കളെ, വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത് ആൻസർ നിങ്ങൾ എഴുതിയാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് പോക്കറ്റ് പോകും. ഓക്കെ, നെക്സ്റ്റ്, ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. മക്കളെ, ഇത് ഏത് ചാപ്റ്റർ ആണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. മക്കളെ ശ്രദ്ധിക്കടാ, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? എടാ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഇസ് ഈക്വൽ ടു, നമുക്ക് ഓർമ്മയുണ്ടോ എന്താ ഇക്വേഷൻ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ റേറ്റ് ആണ്. എന്താ? ഷിയർ സ്ട്രെയിൻ റേറ്റ്. അപ്പൊ എന്താണ് മക്കളെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ? അത് നേരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് മാർക്ക് 1 മാർക്ക് കൈ വീണ്. ഇനി ഇക്വേഷൻ വേണമെങ്കിൽ വൃത്തിക്കാവും എഴുതി വെക്കുക. നമുക്കൊക്കെ നമ്മളെല്ലാം അറിഞ്ഞ ആൾക്കാരാണ്, പിന്നെ വെറുതെ എഴുതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എന്താ മക്കളെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ ഫോഴ്സ് ബൈ ഷിയർ ഏരിയ ബൈ ഷിയർ സ്ട്രെയിൻ റേറ്റ്. അപ്പൊ എന്തുണ്ടാവും മക്കളെ? ഡെൽറ്റ എൽ ബൈ എൽ എന്തായി? ഷിയർ സ്ട്രെയിൻ ആയി. ഒരു റേറ്റ് ഉണ്ട്, അപ്പൊ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്താ? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും മക്കളെ? എഫ് എൽ ഡെൽറ്റ ടി ബൈ എ ഡെൽറ്റ എൽ എന്നുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഈ ഡെൽറ്റ താഴേക്ക് എഴുതി.
അപ്പോൾ ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി എന്നുള്ള എന്തായി മാറും? വെലോസിറ്റി ആയി മാറും. അപ്പോൾ ഈ ഇക്വേഷൻ ബിക്കംസ് എഫ് എൽ ബൈ എ വി. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിന്റെ ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ എഴുതി വെച്ചാൽ വണ്ടർഫുൾ ആണ്. ഒക്കെ ഒരു സാധനം ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷനും കൂടെ എഴുതാൻ പറ്റിയാൽ വളരെ വണ്ടർഫുൾ ആയിരിക്കും കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? യെസ്, അടിപൊളി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, അത് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ആൻസർ എഴുതുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവണം. അതായത് എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതണം. ഓക്കെ, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. മാർക്ക് വീഴാനും പേപ്പർ നോക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് മാർക്ക് തരാനും അവരെ മനസ്സിൽ നിന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ എഴുതിയ പേപ്പറിന് ആ ഒരു നീറ്റ്നെസ്സും ആ ഒരു വൃത്തിയും കാണണം. ഓക്കെ, നന്നായി ശ്രദ്ധിക്കാം മക്കളെ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുക. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം തെർമോഡൈനാമിക്സ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഒന്ന്, ഈ സിസ്റ്റത്തിലുള്ള ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടി, ഇന്റേണൽ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങോട്ട് ഹീറ്റ് കൊടുത്താൽ. ഓക്കെ, അപ്പൊ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഒന്ന് ഇന്റേണൽ എനർജി ചേഞ്ചിനും രണ്ടാമതായിട്ട് പ്രഷർ വോളിയം വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ഡണ്ണുമാണ് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. ഈ ഗ്യാസ് മോളിക്യൂൾസിന് വർക്ക് ചെയ്യാനുമാണ് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാറ്. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇതാണ് ശരിക്കും ഫസ്റ്റ് ലോ. അപ്പൊ എന്താ ഫസ്റ്റ് ലോ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ അല്ലേ? അപ്പൊ എന്താ, എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇതങ്ങ് വേർഡ്സ് ഡിഫൈൻ ചെയ്താൽ മതി. എന്താണ്? ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ. ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്താണ്? ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ എന്നെഴുതിയാൽ ഫസ്റ്റ് ലോ ആയി. ഈ ഇക്വേഷനും കൂടെ അതിന്റെ കൂടെ എഴുതി വെച്ചാൽ സാധനം വൃത്തിയായി. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. 1 mole of an ideal gas expands from volume V1 to V2. ഒരു മോൾ ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഒരു മോൾ ഐഡിയൽ ഗ്യാസ്, 1 mole ഐഡിയൽ ഗ്യാസ്. ഒരു മോൾ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു ഫ്രം വോളിയം V1 to V2. എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മക്കളെ? V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്തായി നിന്നുകൊണ്ട്? കോൺസ്റ്റന്റ് ആയി നിന്നുകൊണ്ടാണ് ഈ ഒരു കൺവേർഷൻ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പ്രോസസ് ആണോ? ഐസോതെർമൽ പ്രോസസ് ആണ്. സോ വാട്ട് ഈസ് ഐസോതെർമൽ പ്രോസസ്? ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അതല്ലേ ഇത്? ആണ്. അടുത്ത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. വർക്കിനുള്ള എക്സ്പ്രഷൻ കാണണം. നമ്മൾ പഠിച്ചാലേ മക്കളെ വർക്ക് ഡൺ അല്ലേ? ഐസോതെർമൽ കണ്ടീഷനും അഡിയബാറ്റിക് കണ്ടീഷനും നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്ട്. സോ മക്കളെ ശ്രദ്ധിക്കുക, എങ്ങനെ ഡിറൈവ് ചെയ്യും? ആദ്യം തന്നെ ഞാൻ പറയാണ്, വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ W is equal to ഇന്റഗ്രൽ PdV ആണ് ഫ്രം V1 to V2. V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്കാണ് നമുക്ക് ഗ്യാസിനെ എത്തിക്കേണ്ടതെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്കാണ് W is equal to ഇന്റഗ്രൽ V1 to V2 PdV. ശരിക്കും ഈ PdV എന്ന് പറഞ്ഞാൽ എന്താ? P പ്രഷറിൽ ഒരു സ്മോൾ dV എന്ന വോളിയം റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ ആവശ്യമായ വർക്കാണ്, പ്രഷർ വോളിയം വർക്കാണ് PdV. ആ സ്മോൾ വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ വലുതാകും. ഫ്രം V1 to V2 ചെയ്യുമ്പോൾ എന്തായി? V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക് എത്തിക്കാനുള്ള ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, ആദ്യം PV is equal to nRT എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷനിൽ T കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, N നമ്പർ ഓഫ് മോൾസ് ഇവിടെ 1ഉമാണ്. അപ്പൊ എന്താ വരിക? PV is equal to ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് എന്തെന്ന് കൊടുക്കാം? nRT തന്നെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, nRT വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? N1 ആയതുകൊണ്ട് PV is equal to RT എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. PV is equal to RT. From here what is P? P is equal to RT by V ആണ്. അത് കൊടുത്തവിടെ. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ V1 to V2, P ക്ക് പകരം RT by V കൊടുത്ത് into dV is equal to R ഉം T യും കോൺസ്റ്റന്റ്സ് പുറത്തേക്ക് എടുത്തു. V1 to V2 1 by V dV എന്നുണ്ടാവും. മക്കളെ എന്താ 1 by V dV? ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ച ആൾക്കാരാണ് അല്ലേ? ഇന്റഗ്രൽ 1 by V dV എന്താ? സോ RT into log V എന്ന് വരും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ V1 to V2. ഇത് ലോഗ് ആണ്, ബേസ് E. അത് ഞാൻ 10ലേക്ക് മാറ്റുമ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ? RT into
2.303 into log LOGI log എന്ത് വരും log V2 minus log V1 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ V2 minus log V2 ഇത് log ആവും log V2 minus log V1 എന്ന് വരും ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കഴിഞ്ഞു 2.303 RT log A minus log B log A by B log V2 by V1 എന്ന് കാണും so this is the expression for work done okay ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഞാൻ ഈ ഒരു കേസിൽ ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അവർ നമ്പർ ഓഫ് മോൾസ് 1 ആണെന്ന് പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് 1 ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ n-ന് 1 എന്ന് കൊടുത്ത് ഇല്ലെങ്കിൽ ഇവിടെ NRT ഉണ്ടാവും ഇവിടെ ആ n സസ്റ്റെയിൻ ചെയ്യും ഇവിടെ n ഉണ്ടാവും ഇവിടെ n ഉണ്ടാവും ഇവിടെ n ഉണ്ടാവും അപ്പോൾ അവർ നമ്പർ ഓഫ് മോൾസ് 1 ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇക്വേഷനിൽ ഒരു n ഉണ്ടാവും 2.303 NRT log V2 by V1 ഉണ്ടാവും ഐസോതെർമൽ കണ്ടീഷനിലെ വർക്ക് ഡൺ കേട്ടോ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് ആൻഡ് ദിസ് ഈസ് ഫ്രം kinetic theory okay so listen state the law of equipartition of energy എന്താ equipartition of energy എന്ന് പറഞ്ഞാൽ the total energy of a thermodynamic system is equally distributed among all of its degrees of freedom അതായത് ഒരു സിസ്റ്റം ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി ആ സിസ്റ്റത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കൊക്കെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും പാർട്ടീഷൻ ചെയ്യും എനർജിയെ ക്ലിയർ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിചാരിക്കുക 5 ഉണ്ട് ഓക്കെ ആ സിസ്റ്റത്തിന് 100 ജൂൾ എനർജി ഉണ്ട് അങ്ങനെ വെച്ചാൽ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും 20 ജൂൾ എനർജി വീതമായിരിക്കും ഉണ്ടാവുക എന്ന് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും എന്ത് ചെയ്യും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വിപാർട്ടിഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക പിന്നെ ഡിഫൈൻ ചെയ്യാം okay the total energy of a thermodynamic system is distributed equally distributed among all of its degrees of freedom right next a box contains an equal number of molecules of hydrogen and oxygen equal number of molecules ennu parayumbo same number of moles aanu right okay so of hydrogen and oxygen hydrogenum undu pinne aarum undu oxygenum undu if there is a fine hole on the top of the box aa box inde top il oru cheriya hole undu anganeyanengil which gas will leak rapidly why ഏത് ഗ്യാസ് ആണ് പെട്ടെന്ന് ലീക്ക് ആവുക ക്ലിയർ ഓക്കെ അപ്പോൾ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏത് ഗ്യാസാ പെട്ടെന്ന് ലീക്ക് ആവുക ഓക്കെ സോ റേറ്റ് ഓഫ് ലീക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എന്താണ് മാസ് ആണ് വരിക ഓക്കെ അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഇതിൽ ആർക്കാണ് ഏറ്റവും അധികം ഡിഫ്യൂഷൻ റേറ്റ് ഉണ്ടാവുക പുറത്തേക്ക് എന്ത് ചെയ്യുക ലീക്കായി പോവുക ഓക്കെ ഇവർ ചോദിച്ച പ്രകാരമാണെങ്കിൽ ആരാണ് പെട്ടെന്ന് റാപ്പിഡായിട്ട് ലീക്കായി പോവുക എന്ന് ചോദിച്ചാൽ ഏറ്റവും കുറവ് മാസുള്ള ആൾ മോളിക്കുലർ മാസുള്ള ആൾ ആരാ ഏറ്റവും കുറവ് മാസുള്ള ആൾ ഏറ്റവും കുറവ് മാസുള്ള ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ഉറപ്പന്നല്ലേ ഹൈഡ്രജൻ്റെ മാസം എന്താ മക്കളെ 2 AMU ആണെങ്കിൽ 2 യൂണിറ്റ് ആണെങ്കിൽ ഓക്സിജൻ്റെ എത്ര 32 യൂണിറ്റാണ് ഓക്കെ അപ്പോൾ ആർക്കാ മാസ് കുറവ് ഹൈഡ്രജന് അതുകൊണ്ട് ഹൈഡ്രജൻ വിൽ ലീക്ക് ഔട്ട് hydrogen will leak out rapidly why ഒറ്റ ആൻസർ ആണ് എന്താണ് rate of leakage അല്ലെങ്കിൽ rate of diffusion is inversely proportional to എന്താണ് square root of molar mass ആണ് ഈ ഒരു കാര്യം molecular mass ആണ് ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഇത് NCERT പറഞ്ഞ കാര്യമാണ് റൈറ്റ് ഓക്കെ നെക്സ്റ്റ് when gas is heated its temperature increases explain it on the basis of kinetic theory of gases kinetic theory of gas നമ്മൾ പഠിക്കേണ്ടത് ഏകദേശം 7 പോസ്റ്റുലേറ്റ്സ് പഠിക്കേണ്ടത് ആ 7 പോസ്റ്റുലേറ്റ്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ സോ ആ പിന്നെ kinetic theory of ഗ്യാസിന്റെ ബേസിസിൽ ഒരു ഗ്യാസിനെ ഹീറ്റ് ചെയ്താൽ അതിന്റെ ടെമ്പറേച്ചർ കൂടും എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം എടാ മക്കളെ ഒരു ഗ്യാസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ when gas is heated ഗ്യാസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഓക്കെ ആണോ
നമ്മൾ kinetic ഗ്യാസിൽ പറയുന്നുണ്ട് the average kinetic energy of molecule is directly proportional to its absolute temperature എന്ന് പറയുന്നത് temperature in Kelvin scale എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ average kinetic energy of molecule ടെമ്പറേച്ചർ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം മോഷനിലാണല്ലോ, അതിന്റെ മൂവ്മെന്റ് കൂടും. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ അത് കൂടുമ്പോൾ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് വെൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ് ദെൻ ഇസ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ അല്ലേ? അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എന്താണ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ആണ്. സോ വെൻ a gas is heated then the molecules then the average kinetic energy of molecules എന്താണ് ഇൻക്രീസ് ചെയ്യും. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും എന്നതാണ് കൃത്യമായ പോയിന്റ്. അത് വെച്ച് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യണം. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. Derive an expression for time period of oscillation of a simple pendulum. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. ചെയ്യാൻ ഇവിടെ നോക്ക്, ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട പെൻഡുലത്തിന്റെ ഫിഗർ. ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആംഗിൾ തീറ്റയാണ്. ഫോഴ്സുകൾ കാണിക്കുക. mg താഴേക്ക് ഉണ്ടാകും, ടെൻഷൻ ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഇനി ഞാനിവിടെ ഒന്നിങ്ങനെ എത്തി കാണിക്കാം. ഓക്കെ, mg നേരെ താഴേക്ക്. നൗ ലിസൺ, ഞാൻ ഈ mg നെ ഒന്ന് കമ്പൗണ്ട്സ് ആക്കുകയാണ്. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് കമ്പൗണ്ട് വിൽ ബി mg cos തീറ്റ ആൻഡ് ദിസ് വിൽ ബി mg sin തീറ്റ. mg sin തീറ്റ സെറ്റ് ആണല്ലോ? റെഡി? നൗ ഈ ഒരു ബോബിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mg sin തീറ്റ കാരണമാണ് ടോർക്ക് ഉണ്ടാവുക അബൌട്ട് ദിസ് ആക്സിസ്. ഓക്കെ അല്ലേ? ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് mg sin തീറ്റ ഇൻറ്റു ഈ നീളം L ആട്ടോ. ഈ നീളം എന്താണ്? L ആണെങ്കിൽ മൈനസ് mg sin തീറ്റ L ഉണ്ടാവും. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് mg sin തീറ്റ ഇൻറ്റു L. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? I alpha. Okay, so from here what is alpha? Alpha is equal to minus mg sin theta into L by എന്തുണ്ടാകും? I, moment of inertia of this bob ആണ്. Okay, now that is മക്കളെ ഒറ്റ കാര്യം ഞാൻ പറയുന്നു, if theta is very small, theta വളരെ ചെറുതാണെങ്കിൽ മാത്രമേ ഇയാൾ SHM എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? തീറ്റ. ടാൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി തീറ്റയാണ്, സൈൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിരിക്കും. റൈറ്റ്? നൗ ആൽഫ വിൽ ബി ഈക്വൽ ടു മൈനസ് mg തീറ്റ L by I എന്നുണ്ടാവും. What is I? Moment of inertia of this bob about this axis. എന്താ? mass into length ന്റെ സ്ക്വയർ. അപ്പോൾ എന്താ മക്കളെ വരിക? ml സ്ക്വയർ എന്ന് കൊടുക്കുന്നു. L പോകുന്നു, m പോകുന്നു. So what is that? Minus g by L into theta, that is alpha. ഓക്കെ ആണല്ലോ? നൗ ലിസൺ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ശരിക്കും വരുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റയാണ്. സോ ഈ രണ്ട് എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? G by L. സോ വാട്ട് ഈസ് ഒമേഗ സ്ക്വയർ? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു G by L. വാട്ട് ഈസ് ഒമേഗ? റൂട്ട് ഓഫ് G by L അല്ലേ? ഒമേഗ പറഞ്ഞാൽ 2π/TL എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് G by L. ഫ്രം ഹിയർ ഇത് തിരിച്ചിടുക, അത് തിരിച്ചിടുക. അപ്പോൾ എന്താ? T by 2π is equal to root of L by G. What is T? T is equal to 2π root of L by G in the verum. This is our expression. Right? Okay, simple. Can a pendulum clock show correct time inside a spaceship? ഒരു സ്പേസ്ഷിപ്പിൽ നമ്മളിങ്ങനെ പെൻഡുലം കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ ആട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈം കാണിക്കുമോ? പെൻഡുലം കറക്റ്റ് ടൈം ക്ലോക്ക് പെൻഡുലം ക്ലോക്ക് ആണ്, അത് കറക്റ്റ് ടൈം കാണിക്കൂല. കാരണം പെൻഡുലം ക്ലോക്ക് പെൻഡുലത്തിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക? അതിൻ്റെ 1 seconds ഇങ്ങനെ മാറുക. അപ്പോൾ പെൻഡുലം ക്ലോക്ക് കറക്റ്റ് ടൈം കാണിക്കില്ല ഇൻസൈഡ് എ സ്പേസ്ഷിപ്പ്. കാരണം പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് G ഡിപ്പെൻഡ് ചെയ്യും. G എന്ന് പറഞ്ഞ സാധനം അല്ലേ, അപ്പാരന്റ് G എന്ന ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി, ഈ സാധനം മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇപ്പം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ചുറ്റും ഈ സ്പേസ്ഷിപ്പ് കറങ്ങുകയാണെങ്കിൽ അവിടെ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും, അവിടെ സമയം തന്നെ കാണിക്കൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? there will be variation for G, so its time period of oscillation of pendulum will be varies. അതുകൊണ്ട് it will not show proper timing എന്നൊക്കെ പറഞ്ഞാൽ മതി ആൻസർ ആയിട്ടോ. ക്ലിയർ? കാരണം ഈ G വാല്യൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോക്കറ്റിൽ മുകളിലേക്ക് ഒരു ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ അവിടെ ആ G വാല്യൂക്ക് മാറ്റം വരും.
മുകളിലേക്ക് ഒരു ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ 2π√L/g + a എന്ന് വരും. താഴേക്ക് ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ 2π√L/g - a എന്ന് വരും. പറഞ്ഞു. അപ്പോൾ സ്പേസ് ഷിപ്പിലാണെങ്കിൽ അതൊരു ആക്സിലറേഷനിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൽ എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്പേസ് ഷിപ്പിലുള്ള ഒരു പെൻഡുലം ഒരിക്കലും പ്രോപ്പർ എന്ത് കാണിക്കില്ല? കറക്റ്റ് ടൈം പീരീഡ്സ് കാണിക്കില്ല, എർത്തിലുള്ളത് പോലെ കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. Thus a physical quantity x is given by the errors എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എറേഴ്സിന്റെ സെക്ഷൻ ഒഴിവാക്കിയത് കൊണ്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ട് ഈ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും പെർസെൻറ്റേജ് എററും തന്നിട്ട് എക്സിന്റെ പെർസെൻറ്റേജ് എറർ കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത് അറിയോ? എന്റെ പവർ എത്ര? അപ്പോൾ 2 × പെർസെൻറ്റേജ് എറർ ഓഫ് എ. പെർസെൻറ്റേജ് എറർ ഓഫ് എ 4 ആണ്. സോ 4%. പ്ലസ് അടുത്ത് ബിന്റെ പവർ 3 അല്ലേ? 3 × ബിന്റെ പെർസെൻറ്റേജ് എത്ര? അത് 2 ആണ്. അപ്പോൾ എന്താ? 3 × 2%. പ്ലസ് അടുത്ത് സി റേസ് ടു 1 ആണ്. ബൈ ഐ എച്ച് കുഴപ്പമൊന്നുമില്ല. സിന്റെ റേസ് ടു 1 ആയതുകൊണ്ട് 1 × സിന്റെ പെർസെൻറ്റേജ് എറർ എത്ര? 3 ആണ്. സോ 3%. പ്ലസ് ഡി റൂട്ട് പറഞ്ഞാൽ എന്താ? റേസ് ടു 1/2. അപ്പോൾ ഡിന്റെ പവർ 1/2 ആണ്. സോ 1/2 × ഡിന്റെ പെർസെൻറ്റേജ് എറർ 1% ആണ്. സോ 1%. കഴിഞ്ഞു. ഇത്രയുള്ള ആൻസർ. ദിസ് ഈസ് പെർസെൻറ്റേജ് എറർ ഇൻ എന്ത്? എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8% പ്ലസ് 6% പ്ലസ് 3% പ്ലസ് 0.5% ഈസ് ഈക്വൽ ടു 8ഉം 6ഉം 14. 14ഉം 3ഉം 17. 17.5% ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, കുറവാണ്. റൈറ്റ്. നെക്സ്റ്റ്. ഇനി 4a. അപ്പം മറ്റത് യൂണിറ്റ് ആൻഡ് മെഷർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കടാ. 4a യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി പ്രൂവ് ദാറ്റ് x is equal to v0t plus half at². ഇത് ഞാൻ നേരത്തെ s is equal to ut plus half at² എന്നുള്ളത് പ്രൂവ് ചെയ്തു. അതിൽ ആ എസിന്റെ സ്ഥാനത്ത് നിങ്ങൾ x കാണിച്ചാൽ മതി. ഓക്കെ, യുവിൻ്റെ സ്ഥാനത്ത് v0 കാണിച്ചാൽ മതി. വിൻ്റെ സ്ഥാനത്ത് v തന്നെ കാണിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നേരത്തെ നമ്മൾ ചെയ്തു ആ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, v² is equal to u² plus 2ax എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ. ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ദിസ് ഈസ് വെലോസിറ്റി ആൻഡ് ദിസ് വൺ ഈസ് ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇതാണ് മക്കളെ എന്ത്? v0 കേട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി v0 എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതെന്താണ്? ഇത് v. നൗ ലിസൺ, ഇവിടെ എന്താണ്? ടൈം t. സോ ദിസ് വിൽ ബി v0 and this will be v and this length will be t. അങ്ങനെ വെച്ചാൽ ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണണം. ഏരിയ എടുത്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ നമ്മൾ കാണാൻ പോവാണ് x is equal to, ഇവിടെ x എന്നാ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചത്. സോ x is equal to ഏരിയ അണ്ടർ ദ ഗ്രാഫ്. എടാ, ഇതിന്റെ അടിയിലേക്കുള്ള ഏരിയ കാണാൻ ഇന്നത്തെ ട്രയാങ്കിളും റെക്ടാങ്കിളും ആക്കി മാറ്റി ചെയ്തിരുന്നു. ആ ഏരിയ കണ്ടപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി മറ്റൊരു രീതിയിൽ ഏരിയ കാണുമ്പോൾ നമുക്ക് ഇത് കിട്ടും. എങ്ങനെ നോക്കിക്കോട്ടാ? നോക്കിക്കോ. ഹാഫ് ഇൻറ്റു ഇതിന്റെ ഏരിയ കാണുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. ഈ സൈഡും പാരലൽ ആണ്. സോ സം ഓഫ് ദീസ് പാരലൽ സൈഡ്സ് പറഞ്ഞാൽ എന്താ? v0 പ്ലസ് v ആണ്. സോ ഹാഫ് ഇൻറ്റു v0 പ്ലസ് v ഇൻറ്റു ആ രണ്ട് പാരലൽ സൈഡ്സും തമ്മിലുള്ള അകലം അതെത്ര? t. സോ ഇൻറ്റു t. ഇതാണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം. ഈ മാർഗത്തിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു v0 പ്ലസ് v ഇൻറ്റു ടിക്ക് പകരം ഞാൻ a is equal to v minus u by t. ഈ ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ ഇവിടുത്തെ മോഡൽ ചെയ്താണെങ്കിൽ a is equal to ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. സോ v0 by t എന്ന് എഴുതും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് at? at is equal to v minus v0. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാടാ? ഇവിടെ ഞാൻ v minus v0ക്ക് ഞാൻ എന്ത് കൊടുക്കും? at എന്ന് കൊടുക്കും. അല്ലേ വേണ്ട? ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെ കൊടുത്തോ. t is equal to എന്താ? ഇങ്ങനെ ഇരിക്കടാ. t is equal to v minus v0 by a എന്ന് കൊടുത്തോ. ഓക്കെ, അങ്ങനെ കൊടുത്താൽ എന്താ വരിക നമുക്ക് നോക്കാം. ടിക്ക് പോരാ കേട്ടോ. സോ v minus v0 by a എന്ന് വരും. ദാറ്റ് ബിക്കംസ് x is equal to ഇത് a plus b into a minus b എന്നുള്ള ഫോം. a minus b into a plus b എന്താ? a square minus b square. സോ എന്ത് വരും മക്കളെ? ഹാഫ് ഇൻറ്റു v square minus v0 square by a എന്ന് വരും. ഈ 2ഉം എയും ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2ax is equal to v square minus v0 square എന്ന് വരികയും ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താ?
വി സ്ക്വയർ ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2ax എന്ന് കിട്ടുകയും ചെയ്യും. സോ റെഡി? ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. മോഷൻ എന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു മക്കളെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് സ്റ്റേറ്റ് ആൻഡ് ട്രൂ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താ മക്കളെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇങ്ങനെ പറഞ്ഞാൽ മതി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി. ഒരു ബോഡിയുടെ ഒരു സെക്കൻഡിലുള്ള മൊമെന്റത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഓക്കെ അല്ലേ? സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി. സോ അത് F external is equal to dP by dt is equal to അല്ല ആദ്യം പറയുന്നത് F external is proportional to dP by dt. ലോ പറഞ്ഞ പ്രകാരം ഇങ്ങനെ എഴുതുന്നുണ്ട്. സോ ഇവിടുന്ന് നമ്മൾ F external is equal to ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു dP by dt എന്ന് എഴുതും. കോൺസ്റ്റന്റ് വാല്യൂ 1 ആണ്, അതുകൊണ്ട് F external is equal to dP by dt ആണ്. വാട്ട് ഈസ് P? P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. സോ ഞാൻ ഈ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതും. മാസ് പുറത്തേക്ക് എടുക്കും, മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാസ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ മാസ് പുറത്തേക്ക് എടുത്തു ഇൻറ്റു വി. എന്താ ഡി ബൈ ഡി? ആക്സിലറേഷൻ എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം എ. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മാ. ഓക്കെ അല്ലേ? പരിപാടി കഴിഞ്ഞു. അടുത്തത് derive the expression for maximum speed of a car on a banked road. ഒരു കാർ ബാങ്ക്ഡ് റോഡിലുണ്ട്. ഓക്കെ, ചെരിഞ്ഞ് നിൽക്കുന്ന റോഡിലാണ്. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിലുള്ള ഒരു കാറിൻ്റെ എന്ത് കാണണം? മാക്സിമം സ്പീഡ് എനിക്ക് കാണണം. കൺസിഡറിങ് ഫ്രിക്ഷൻ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ബാങ്ക്ഡ് റോഡ് മക്കളെ ഇതാ ഫിഗർ വരക്കുന്നു. ഇതാണ് നമ്മളുടെ കാർ എന്ന് വിചാരിക്കാം. ഓക്കെ, ആ കാർ ഇതാ ഇങ്ങനെ ഒരു കർവേച്ചർ കൂടെ ഇങ്ങനെ പോവാണ്. റോഡിന് എന്തുണ്ട്? വളവുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മളുടെ കാർ. ഞാൻ ഇങ്ങനെ വരക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ കാറിൻ്റെ ടയറ്. ഓക്കെ, ലൈറ്റ്, ഇത് ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇതാണ് കാറുള്ളത്. ഇത് ബാങ്കിങ് ആംഗിൾ തീറ്റ. സോ നമുക്ക് ഫോഴ്സുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണം എന്നല്ലേ പറഞ്ഞ്. സോ ദിസ് ഈസ് എം ജി, ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ ആർ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇങ്ങനെ ആരുണ്ടാവും? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. ഓക്കെ, സോ ഈ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കാം. സോ 1 സെക്കൻഡ്, ഒരു സുഖത്തിന് എളുപ്പത്തിന് വേണ്ടി കാണിക്കാൻ ഇവിടെ കാണിക്കാം കേട്ടോ. എം ജി ഞാൻ ഇവിടെ കാണിച്ചു, നോർമൽ റിയാക്ഷനും ഞാൻ ഇവിടെ കാണിച്ചു. ഓക്കെ, ഫ്രിക്ഷന് ഞാൻ ഇവിടെ കാണിച്ചു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കണം, ഞാൻ എല്ലാവരും കമ്പൗണ്ട് ആക്കും. സോ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് തീറ്റ. ഇവിടെ നോക്കണം, ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ദിസ് വിൽ ബി തീറ്റ, ദിസ് വിൽ ബി 90 മൈനസ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിക്കൂടാ? ഈ ആംഗിൾ വീണ്ടും തീറ്റ വരിക കേട്ടോ, തീറ്റ. സോ ഞാനൊന്ന് കമ്പൗണ്ട്സ് ആക്കി ഒന്ന് പൊട്ടിക്കാൻ പോകണം. ഓക്കെ, ആറിൻ്റെ ഒരു കമ്പൗണ്ട് ഇത് എന്താ? ആർ കോസ് തീറ്റ. ആറിൻ്റെ അടുത്ത കമ്പൗണ്ട് ഇതെന്താ? ആർ സൈൻ തീറ്റ. സെറ്റ് അല്ലേ? റെഡി. ഇനി അടുത്ത് ഞാൻ ഗ്രീൻ എടുക്കാം. സോ ലിസൺ, ഗ്രീൻ ലൈറ്റ് ഗ്രീൻ എടുക്കാം. ഇവിടെ നോക്കാം, ഞാൻ ഫ്രിക്ഷനും ഒന്ന് കമ്പൗണ്ട് ആക്കാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ്റെ ഒരു കമ്പൗണ്ടും ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ്റെ അടുത്ത കമ്പൗണ്ടും. എന്നാ പേര് കൊടുക്ക്. എന്താ പേരുണ്ടാവുക? ഫ്രിക്ഷൻ്റെ ഈ കമ്പൗണ്ട് എഫ് എസ് എന്ന് പറയും, സ്റ്റാറ്റിക് അല്ലേ? സോ എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, ഇതെന്താ? എഫ് എസ് സൈൻ തീറ്റ. റെഡി അല്ലേ? ഇനി നമുക്ക് ഈ ഫ്രിക്ഷൻ വേണ്ട, ഈ റിയാക്ഷൻ വേണ്ട, കാരണം ഒക്കെ കമ്പൗണ്ട് ആക്കി മാറ്റി. ഓക്കെ, ഇനി ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? അത് ആർ സൈൻ തീറ്റക്കും പിന്നെ ആർ സൈൻ തീറ്റക്കും പിന്നെ ആർക്കുമാണ്? എഫ് എസ് കോസ് തീറ്റക്കും കൂടിയാണ് അതിൻ്റെ ഡ്യൂട്ടി. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കേണ്ട ഡ്യൂട്ടി. പിന്നെ റിയാക്ഷൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ എം ജിയും എഫ് എസ് സൈൻ തീറ്റയും കൂടി ആര് കൗണ്ടർ ചെയ്തില്ലാണ്ടാക്കണം? ആർ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എഴുതാം എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നെഴുതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ എം ജി ഇസ് ഈക്വൽ ടു എഴുതുക. എന്താ എം ജി ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? എം വി സ്ക്വയർ ബൈ ആർ ബൈ എം ജി. എം ജി പറഞ്ഞാൽ എന്താ? എം ജി ബൈ 1 ഇസ് ഈക്വൽ ടു അടുത്ത എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്നുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് പറഞ്ഞാൽ എന്താ? മ്യൂ എസ് ഇൻറ്റു ആർ. അപ്പോൾ എന്താ വരിക? ആർ സൈൻ തീറ്റ
plus mu s into r cos theta by r cos theta minus mu s into r sin theta. fs നമ്മൾ പൊട്ടിച്ചു, mu s r എന്നാക്കി, നിരത്തി എല്ലായിടത്തും r എന്തായി പോവാടാ, കോമൺ ആയി എടുത്ത് കട്ടാവും. സോ ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടെ m കട്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക, v square by rg is equal to sin theta plus mu s cos theta by cos theta minus mu s sin theta എന്നുണ്ടാവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ v square by rg is equal to, ഞാൻ നേരത്തെ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും cos theta കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക, sin theta plus mu s cos theta by cos theta by cos theta minus mu s sin theta by cos theta is equal to sin theta by cos theta എന്താ, tan theta. Okay, plus mu s cos theta by cos theta എന്താ, cos theta കട്ടാകുമ്പോൾ എന്താ വരിക, plus mu s ഉണ്ടാവും by, അടുത്ത് cos theta by cos theta 1 ആണ്, so 1 minus mu s sin theta by cos tan, so എന്താ mu s tan theta എന്നുണ്ടാവും. Okay, from here what is v square is equal to rg into tan theta plus mu s by 1 minus mu s tan theta എന്നുണ്ടാകും. From here what is v is equal to root of rg into tan theta plus mu s by 1 minus mu s tan theta. So this is our maximum velocity. ഇതാണെന്ത്, ആ പിന്നെ ബാങ്ക് റോഡ് കൂടെ ഇയാൾക്ക് പോകാവുന്ന മാക്സിമം വെലോസിറ്റി ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ്, അല്ലെങ്കിൽ ബാങ്കിങ് ഇല്ലാത്ത കേസ്, 3 കേസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. Derive expression for escape velocity from the surface of earth. എർത്തിന്റെ സർഫസ് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇവിടെ നോക്കടാ, ഇത് എർത്തിന്റെ സർഫസ്, ഒരു ബോഡി ഉണ്ട് ഇവിടെ കേട്ടോ. escape velocity എന്ന് പറഞ്ഞാൽ എന്താ, it is the minimum velocity with which a body can be projected at which it will permanently എന്താ പറയുക, ലീവ് ഫ്രം ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഓക്കെ, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് പെർമനന്റ് ആയി ലീവ് ചെയ്യാൻ ഇവിടുന്ന് നമ്മൾ എറിയേണ്ട മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്, എസ്കേപ്പ് വെലോസിറ്റി. സോ ഇവിടെ നോക്കടാ, ഞാൻ ഇവിടുന്ന് ഇവനെ എറിയാൻ പോവാണ്, VE എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിയാണ്. അങ്ങനെ എറിഞ്ഞ് ഇവൻ പോയി ഇൻഫിനിറ്റി എത്തിയാൽ നിൽക്കണം. ഓക്കെ, ഇതാണ് മിനിമം വെലോസിറ്റി. ഈ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ പിന്നെ അങ്ങോട്ട് തിരിച്ചു വരരുത്. അപ്പൊ ഇൻഫിനിറ്റി എത്തിയാൽ നിന്നാൽ പിന്നെ തിരിച്ചു വരില്ല. ഓക്കെ, അപ്പൊ ഇത് ഇൻഫിനിറ്റി ആണ്, അവിടെ വെച്ചോ നിൽക്കണം. നിൽക്കുമ്പോൾ അവന്റെ കൈനറ്റിക് എനർജി എന്താടാ, 0. കൈനറ്റിക് എനർജി എന്താ, 0. അവിടെ എത്തി നിന്നു, അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി 0. കൂടാതെ അവന്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ, ഇൻഫിനിറ്റിയിൽ ഏത് ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്, 0 ആണ്. ഓക്കെ, സോ ഇവിടെ അവന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താ, അത് 0 ആണ്. സെറ്റ് ആണോ? ഓക്കെ, ഞാൻ ഇവിടുന്ന് ബോഡി എറിയുന്ന സമയത്ത് VE വെലോസിറ്റി അല്ല എറിഞ്ഞത്. അപ്പൊ അവന്റെ എറിയുമ്പോഴുള്ള അവന്റെ കൈനറ്റിക് എനർജി എന്താണ്, ദാറ്റ് ഈസ് ½ mVE സ്ക്വയർ ആണ്. എറിയുമ്പോൾ ഇവന്റെ മാസ് സ്മോൾ m ആണ്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്, റേഡിയസ് r ആണ്. സോ എറിയുമ്പോഴുള്ള അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -G into m/r ആണ് വരിക. സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ എറിഞ്ഞു അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ആ ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈനലാണ്. ഓക്കെ, ഇത് ഇനീഷ്യൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇനീഷ്യൽ എന്താ മക്കളെ, ½ mVE സ്ക്വയർ പ്ലസ് -gmm/r ആണ്. ഓക്കെ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എറിയുമ്പോൾ. അപ്പൊ എറിയുമ്പോഴുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി തന്നെ ആയിരിക്കണം എപ്പോഴും ഏത് ഇൻസ്റ്റന്റിലും ഉണ്ടാവേണ്ടത്. അപ്പൊ അവിടെ എത്തുമ്പോഴുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എറിയുമ്പോഴുള്ളതിന് ഈക്വൽ ആയിരിക്കണം. കാരണം എന്താണ്, കാരണം ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ ബോഡി മുകളിലേക്ക് പോകുമ്പോൾ അവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് എന്ത് ഫോഴ്സ് മാത്രമാണ്, കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണ്. ഒരു ബോഡിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ആ കോൺസെപ്റ്റിൽ നിന്നാണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായി ഡിറൈവ് ചെയ്യാൻ പറ്റും മക്കളെ, നോക്ക്. ദാറ്റ് ഈസ്, അപ്പോൾ ഞാൻ പറയുന്നു ഇതും എന്താ, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ½ mVE സ്ക്വയർ പ്ലസ് -gmm/r is equal to 0 ആവണം. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് പറഞ്ഞേക്കുക. അപ്പോൾ എന്താ, ½
MVE square is equal to GMM by R ആണ്. ഒരു എമ്മും കട്ട് 2 അങ്ങോട്ട് പോകും. അപ്പോൾ എന്താ VE square is equal to 2GM by R ആണ്. What is VE? VE is equal to root of 2GM by R. പരിപാടി കഴിഞ്ഞ്. ഓക്കെ അല്ലേ? That's it. അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ കേട്ടോ. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 2 wires of diameter 0.25 centimeter, one made of steel and the other made of brass. Steel ഉണ്ട്, brass ഉണ്ട്. Are loaded as shown in figure. The unloaded length of steel wire is 1.5. ഇത് ലോഡ് ചെയ്തതിന്റെ മുൻപുള്ള ലെങ്ത് ആണ്. And that of brass is 1 meter. Compute the elongations of steel and brass wire. രണ്ട് വയറിന്റെയും ഇലോങ്ങേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? സോ അത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ എന്ത് വേണം? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും കൂടി അവർ നമുക്ക് തരണം. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് തരും? യങ്സ് മോഡുലസ്, രണ്ടിൻ്റെയും യങ്സ് മോഡുലസ് അത് സ്റ്റീലിൻ്റെയും തരും, അതുപോലെ തന്നെ ബ്രാസിൻ്റെയും എന്ത് തരും? യങ്സ് മോഡുലസ് നമുക്ക് തരും. ഓക്കെ, സോ അത് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഇലോങ്ങേഷൻ കാണുക? നമുക്കറിയാം യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് കാണുന്നത് ഡെൽറ്റ എൽ ആണ്. സോ വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ വൈ ആണ് അല്ലേ? എ വൈ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് എൽ ബൈ എ വൈ ആണ്. സെറ്റ് ആണല്ലോ? സെറ്റ്. നിങ്ങൾക്ക് ആരുടെ കാണും? സ്റ്റീലിൻ്റെ കാണണം. അപ്പോൾ സ്റ്റീലിൻ്റെ കാണണമെങ്കിൽ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ ഏരിയ ഓഫ് സ്റ്റീൽ വയർ ഇൻറ്റു എന്തുണ്ടാകും? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വയർ ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റീലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മൊത്തം വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് 6ഉം 4ഉം 10 കിലോഗ്രാം സ്റ്റീലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഫിന് എന്താ കൊടുക്കേണ്ടത്? മാസ് 10. അപ്പോൾ വെയിറ്റ് ആക്കുമ്പോൾ 10 × 10 mg, 10 × 10 ഇൻറ്റു. ഓക്കെ, അത്രയും വെയിറ്റ് ആണ് സ്റ്റീൽ വയർ മേലെ ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് എത്ര മക്കളെ? 1.5 ആണ്. ഡിവൈഡ് ബൈ സ്റ്റീൽ വയറിൻ്റെ ഏരിയ നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി അവർ 2 wires ഓഫ് ഡയമീറ്റർ തന്നു. ഡയമീറ്റർ എത്ര മക്കളെ? ഡയമീറ്റർ 0.25 ആ. അപ്പോൾ എന്താ റേഡിയസ് വരിക? 0.125 ഉണ്ടാവും. എത്ര ഉണ്ടാവും? 125 സെൻറ്റിമീറ്റർ. മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.125 × 10⁻² മീറ്റർ എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? എന്ത് കിട്ടി? റേഡിയസ് ആയി. ഈ റേഡിയസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് കാണണം? ഏരിയ കാണണം. ഏരിയ എങ്ങനെ കാണുക? πr². നിങ്ങൾ സോൾവ് ചെയ്യണേ. πr². ഏരിയ കിട്ടി. പൈക്ക് 3.14 കൊടുക്കുക. ഈ വാല്യൂടെ സ്ക്വയർ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആ നമ്പർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ നമ്പർ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ നമ്പർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൂളായിട്ട് എന്ത് കിട്ടും? സ്റ്റീൽ വയറിൻ്റെ ഇലോങ്ങേഷൻ കിട്ടും. പിന്നെ വേണ്ടതാണ് ബ്രാസിൻ്റെത്. അപ്പോൾ ബ്രാസിൻ്റെത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എഫ് എത്ര എടുക്കേണ്ടത്? 60 ന്യൂട്ടൺ അല്ലേ? എത്ര എടുക്കേണ്ടത്? 60. കാരണം ബ്രാസിലേക്ക് ഈ വെയിറ്റ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ 60 എടുക്കുക. 60 ഇൻറ്റു ലെങ്ത് എത്ര? 1 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ ഓക്കെ ഏരിയ അവിടെ കിട്ടി, അതേ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ കിട്ടി. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നേരെ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Derive the expression for capillary height. Capillary height ന്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. സോ ലിസൺ, ഒരു ബീക്കർ എടുക്കുന്നു, ഒരു ബീക്കറാണ്. ഈ ബീക്കറിൽ ഞാൻ ഒരു കാപ്പിലറി ട്യൂബ് വെക്കുന്നു. സ്വാഭാവികമായിട്ടും ആ കാപ്പിലറി ട്യൂബിൽ എന്തുണ്ടാവുന്നു? കാപ്പിലറി റൈസ് ഉണ്ടാവുന്നു. റൈറ്റ്? ഓക്കെ, അപ്പോൾ h ഹൈറ്റിലേക്കാണ് ഈ ഒരു റൈസ് ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ച് വലുതാക്കി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ലിസൺ, വലുതാക്കി കാണിക്കുകയാണെങ്കിൽ ഇതാ കാപ്പിലറി ട്യൂബ്, ഇതിൻ്റെ ഉള്ളിൽ ആ സാധനം പൊങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ ലിസൺ, അങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ഇറ്റ്സ് റേഡിയസ് ഈസ് r ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് എത്ര മുകളിലേക്ക് പൊങ്ങാനുള്ള കാരണം ഈ കോൺകേവ് ഷേപ്പാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺകേവ് ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ എന്തുണ്ട്? സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ട്. ഈ സർഫസ് ടെൻഷൻ കൊണ്ട് ചുറ്റുതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണുള്ളത് ഉണ്ടാവുക. ഇങ്ങനെ ചുറ്റുണ്ടാവുമല്ലോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഓക്കെ, ചുറ്റും ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ചുറ്റും എന്തുണ്ട്? ഈ ഒരു സർക്കിളിൻ്റെ എല്ലായിടത്തും എന്തുണ്ട്? സർഫസ് ടെൻഷൻ കൊണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദിസ്. ആ ഫോഴ്സ് ഞാൻ എഫ് എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് എഫ് വിൽ ബി സർഫസ് ടെൻഷൻ ഇൻറ്റു ഫോഴ്സ്. എന്താ? സർഫസ് ടെൻഷൻ ഇൻറ്റു ആ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ലെങ്ത്. അപ്പോൾ ഈ ചുറ്റും അപ്പോൾ എന്താ? എസ് ഇൻറ്റു 2πr ഉണ്ടാവും, റേഡിയസ് r ആയതുകൊണ്ട്. അപ്പോൾ എസ് ഇൻറ്റു 2πr ആണ് ശരിക്കും ഈ ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കൊരു കമ്പോണൻറ്റ് ഉണ്ടാവും. ഓക്കെ,
ആ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മക്കളെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ദിസ് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ, സോ ദിസ് ഓൾസോ തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ആണത്. ഓക്കെ, സോ ഫ്രം ദാറ്റ് വാട്ട് ഈസ് ദിസ് ഫോഴ്സ്, ഈ അപ്വേർഡ് ഫോഴ്സ് എന്താണ് അതെന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ആണ്. എന്താണ് എഫ് കോസ് തീറ്റ? ആ എഫ് കോസ് തീറ്റ എന്ന ഈ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള എങ്ങനെ ആക്ട് ചെയ്യും? ആ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള മൊത്തം ഫോഴ്സ് ആണ് എന്ത്? എസ് ഇൻ 2πr. ആ സർഫസ് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സിന്റെയും മുകളിലേക്കുള്ള മൊത്തം കമ്പൗണ്ട് ആണ് എന്ത്? എഫ് കോസ് തീറ്റ. ആ എഫ് കോസ് തീറ്റ എന്ന മുകളിലേക്കുള്ള വെർട്ടിക്കലി അപ്വേർഡ്സിലേക്കുള്ള ആ ഫോഴ്സ് ആണ് ഈ ലിക്വിഡിനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയത്, എച്ച് ഹൈറ്റിലേക്ക് പൊക്കിയത്. റൈറ്റ്? ഓക്കെ, അപ്പോൾ ആരാണ് ഈ എച്ച് ഹൈറ്റിലുള്ള ഇത്രയും ലിക്വിഡ് കോളത്തെ മുകളിലേക്ക് പൊക്കിയത്? എഫ് കോസ് തീറ്റ. അപ്പോൾ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന സാധനമാണല്ലോ ഇത്രയും ഫ്ലൂയിഡിനെ പൊക്കിയത്. എത്ര ഫ്ലൂയിഡിനെ? ഇത്ര ഫ്ലൂയിഡിനെ പൊക്കിയത്. സെറ്റ് അല്ലേ? റെഡി? അപ്പോൾ ആ എഫ് കോസ് തീറ്റ എന്തിന് ഈക്വലൻ്റ് ആയിരിക്കണം? ഈ വെയിറ്റിൻ്റെ, ഇത്രയും ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. സോ എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? എം ജി. എം എന്ന് പറഞ്ഞാൽ എന്താ? പൊങ്ങിയ ഫ്ലൂയിഡിന്റെ മാസ് ആണ്. അതെങ്ങനെയൊക്കെയാണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr² ഇൻറ്റു ഹൈറ്റ് എന്താ? എച്ച് ഇൻറ്റു ജി ഉണ്ടാവും. എന്ത്? എഫ് കോസ് തീറ്റ. എന്താ എഫ്? എസ് ഇൻറ്റു 2πr. സോ എസ് ഇൻറ്റു 2πr ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യും. ഒരു 6 കട്ട്, ഒരു പൈ കട്ട്. ഓക്കെ, സോ ബാക്കി എന്താണുള്ളത് നോക്ക്. 2s cos theta, 2s cos theta is equal to r ഉണ്ട്, റോ ഉണ്ട്, h ഉണ്ട്, g ഉണ്ട്. നമ്മൾ കാണേണ്ടത് h അല്ലേ? വാട്ട് ഈസ് h? 2s cos theta by r റോ g എന്നുണ്ടാവും. സോ വി ഗോട്ട് h is equal to 2s cos theta by r റോ g or capillary height. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ഏത് ഡെറിവേഷനിലും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇക്വേഷനിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക, ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങളെ മനസ്സിൽ എപ്പോഴും സ്ട്രൈക്ക് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ മൊത്തം കാണാൻ പഠിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? സർഫസ് ടെൻഷൻ കൊണ്ടുള്ള മൊത്തം ഫോഴ്സ് എങ്ങോട്ടേക്ക് അപ്വേർഡ്സ് ഉള്ള ആ ഫോഴ്സാണ് അത്രയും ലിക്വിഡിനെ പൊക്കിയത്. അപ്പോൾ പൊങ്ങി നിൽക്കുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്കുള്ള ഫോഴ്സാണ്. ഈ ഫോഴ്സ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ആ ലിക്വിഡ് പൊങ്ങി ഇങ്ങനെ നിൽക്കണേ. അല്ലെങ്കിൽ ലിക്വിഡ് ഇങ്ങനെ താഴ്ന്നു വീണൂലേ? ഒരു സാധനം ഞാൻ അങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തുകൊണ്ടേ നിൽക്കണ്ടേ? വിട്ടാൻ തീയുടെ താഴേക്ക് വീഴും. അപ്പോൾ ഈ ഫോഴ്സാണ് ആ ലിക്വിഡിനെ ആ എച്ച് ഹൈറ്റിലേക്ക് എന്താക്കിയത്? പൊക്കി കൊണ്ടുപോയത്. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, derive the expression for kinetic energy of a rotating body. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ കൈനറ്റിക് എനർജിന്റെ എന്തുണ്ടാക്കേണ്ട എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, ഫൈൻ. സോ ലിസൺ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു ബോഡി എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓക്കെ, റൊട്ടേറ്റ് ആദ്യം ഇനീഷ്യലി അതിൻ്റെ ഒമേഗ ഇനീഷ്യൽ എന്താണ്? 0 ആണ്. ഒമേഗ ഫൈനൽ എന്താണ്? അത് ഒമേഗയിലേക്ക് എത്തി. അപ്പോൾ 0 ആംഗുലാർ വെലോസിറ്റിയിൽ നിന്ന് ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലേക്ക് ഒരു ബോഡി കറങ്ങി എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്, അങ്ങനെ വെറുതെ കറങ്ങി എത്തുമൊന്നുമില്ല, നമ്മൾ കറക്കി എത്തിക്കണം. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, ആ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടോ ഇൻറ്റു തീറ്റ എന്ന് വരിക. എന്താ വരിക? ടോ ഇൻറ്റു തീറ്റ. ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആൽഫ. അപ്പോൾ എന്താ? ഐ ആൽഫ തീറ്റ. സെറ്റ് ആണല്ലോ? സെറ്റ്. നൗ ലിസൺ, ദാറ്റ് ഈസ്, ഞാൻ പറയട്ടെ മക്കളെ, ഈ സാധനം ഞാൻ അങ്ങനെ ഒരു യൂണിഫോം ഒരു കോൺസ്റ്റന്റ് ടോർക്ക് കൊടുത്ത് ഇങ്ങനെ കറക്കുകയാണ്. ഈ സാധനം കറക്കി എത്തിക്കണം. കോൺസ്റ്റന്റ് ടോർക്കാണ് അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് ടോർക്ക് കൊടുത്ത് കറക്കുമ്പോൾ ഇയാളുടെ ഒമേഗ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇയാൾക്ക് എന്തുണ്ട്? കോൺസ്റ്റന്റ് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, സോ ഞാൻ പറയാം, നമ്മളെ v² is equal to u² + 2as എന്നുള്ള ഇക്വേഷൻ അല്ലേ? അത് ഞാൻ റൊട്ടേഷനിലേക്ക് മാറ്റി. അപ്പോൾ എന്താ? ഒമേഗ ഫൈനൽ സ്ക്വയർ v² പകരം is equal to ഒമേഗ i² + 2 ആൽഫ തീറ്റ എന്നുണ്ടാവും. റൈറ്റ്? ഓക്കെ, സോ ഒമേഗ f² എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ² is equal to 2 ആൽഫ തീറ്റ എന്നുണ്ടാവും. മക്കളെ സെറ്റ് അല്ലേ? റെഡി? സോ ഫ്രം ഹിയർ എന്താണ് മക്കളെ? ആൽഫ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? omega²/2. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ? I into omega²/2 that is equal to half I omega² is the work done. അപ്പോൾ വർക്ക് ഡൺ എന്തിനുള്ള വർക്ക് ഡൺ? ഈ ഒരു ബോഡിയെ റെസ്റ്റിൽ നിന്ന് ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലേക്ക് കറക്കാൻ നമ്മൾ ചെയ്യേണ്ടി വന്ന വർക്കാണ് എന്ത്? ഹാഫ് I omega². ഈ ഒരു വർക്ക് അവിടെ എന്തായിട്ട് കൺവേർട്ട് ആവും? കൈനറ്റിക് എനർജി ആയിട്ട്. സോ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ഹാഫ് I omega². സെറ്റ് അല്ലേ മക്കളെ? സാധാ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ കണ്ടു?
ബോഡീനെ റെസ്റ്റിൽ നിന്ന് വി വെലോസിറ്റിയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് കാണും. അങ്ങനെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫ് എന്താ? MAS. അവിടെ വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2AS വി സ്ക്വയർ ഇസ് ഈക്വൽ 2AS ഉണ്ടാവും. അവിടുന്ന് AS എന്താ വരിക? വി സ്ക്വയർ ബൈ 2 ഉണ്ടാവും. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? M ഇൻറ്റു വി സ്ക്വയർ ബൈ 2 ഹാഫ് MV സ്ക്വയർ എന്ന് കിട്ടും. അവിടെ ചെയ്ത അതേ കോൺസെപ്റ്റ് നേരെ റൊട്ടേഷൻ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നേരെ ചാമ്പിയാൽ എന്തായി? കൈനറ്റിക് എനർജി റൊട്ടേറ്റിംഗ് ബോഡി നമുക്ക് കിട്ടുകയും ചെയ്തു. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇത് ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്ത ഡിഫൈൻ ആവറേജ് വെലോസിറ്റി. മക്കളെ ആവറേജ് വെലോസിറ്റി നിങ്ങൾക്ക് ചോദിക്കില്ല, ബിക്കോസ് അത് നിങ്ങളെ NCERT ഒഴിവാക്കിയ ഭാഗമായതുകൊണ്ട് ചോദിക്കില്ല കേട്ടോ. നെക്സ്റ്റ്, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജെക്ട് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി. മക്കളെ എന്താണ്? ഒരു ബോഡി കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി പോവാണ്. പൊസിഷൻ ടൈം ഇത് ആവറേജ് വെലോസിറ്റി കൂടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടോട്ടൽ ടൈം എഴുതിയാൽ മതി. ഓക്കെ, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എഴുതിയാൽ മതി. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത് ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജെക്ട് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി. എന്താ മക്കളെ? ഒരു ബോഡിന്റെ എന്താ വരക്കേണ്ടത്? പൊസിഷൻ ടൈം ആണ് വരക്കേണ്ടത്. ആ ബോഡി എങ്ങനെ പോണത്? കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി പോവുകയാണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്, റൈറ്റ്? സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇങ്ങനെ ഇൻക്ലിനേഷൻ അല്ല. ഇനി കോൺസ്റ്റന്റ് നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ വരക്കണം, സ്ട്രെയിറ്റ് ലൈൻ താന്ന് വരുന്ന രീതിയിൽ. മറ്റേ പൊങ്ങുന്നത്, അപ്പോൾ ഇവിടുത്തെ ആൻസർ പൊക്കിയാ വരക്കണ്ടേ? അത് ഇവിടുന്ന് തുടങ്ങാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ അല്ലേ? റെഡി? അടുത്ത് next question. The motion in a straight line ആണ്. അടുത്ത question. The angular momentum is related to linear momentum. L is equal to R cross P. Show that the rate of change of angular momentum of particle is equal to external torque acting on it. Okay, അപ്പോൾ എന്താ വേണ്ടത്? Rate of change of angular momentum എന്താണ്? Equal to the external torque acting on it. Okay, അത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാം. So listen, രണ്ട് ഭാഗത്തും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dl/dt is equal to d/dt of എന്താണ്? R cross P ആണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ പറയുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് ഇൻറ്റു അല്ല, ഇത് ക്രോസ് ആണ്, മറന്നു പോകരുത്. പ്ലസ്, കാരണം ഇത് ക്രോസ് ആണ്. ഓക്കെ, അടുത്ത് എന്താ? അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? R ക്രോസ് dp/dt. R ക്രോസ് dp/dt പറഞ്ഞാൽ ഫോഴ്സ് ആണ്. പ്ലസ് അടുത്ത് dr/t വെലോസിറ്റി ആണ്. വെലോസിറ്റി ക്രോസ് p ആണ്. വെലോസിറ്റിയും മൊമെന്റും സെയിം ഡയറക്ഷനിലേക്കാണ്. സോ ഇത് രണ്ടും എന്താ? പാരലൽ വെക്ടേഴ്സ് ആണ്. സോ ക്രോസ് എടുത്താൽ 0 കിട്ടുക. അതുകൊണ്ട് dl/dt എന്താണ്? R ക്രോസ് f ആണ്. എന്ന് പറഞ്ഞാൽ R ക്രോസ് f ടോയ് ആണ്. സോ വാട്ട് ഈസ് dl/dt? dl/dt പറഞ്ഞാൽ ടോർക്ക് ആണ്. ഒരു പറഞ്ഞ സാധനം പ്രൂവ് ചെയ്തു. അടുത്തത് ഒരു പറഞ്ഞല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതാണ് സാധനം. ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ് ടോപ്പ്. ഓക്കെ, നെക്സ്റ്റ്. Centripetal force F depends on mass of the object. Okay, centripetal force depends on mass of the object, പിന്നെ velocity and radius r of the circle. Using method of dimensions, derive an equation for centripetal force. Units and measurement മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലിസൺ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഇക്വേഷൻ ഉണ്ടാക്കണം. സോ ഡിപ്പെൻഡ് ചെയ്യുക മാസ്, വെലോസിറ്റി, റേഡിയസ്. അപ്പോൾ എന്താ? മാസ് റേസ് ടു a, വെലോസിറ്റി റേസ് ടു b, റേഡിയസ് റേസ് ടു c. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ആണ്. സോ FC ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു m റേസ് ടു a, v റേസ് ടു b, r റേസ് ടു c. ഡയമെൻഷൻസ് നോക്കുക. അപ്പോൾ എന്താ? FSC എന്താ? m t റേസ് ടു -2 ഇസ് ഈക്വൽ ടു m റേസ് ടു a. v പറഞ്ഞാൽ എന്താ? LT റേസ് ടു -1, പിന്നെ r പറഞ്ഞ റേഡിയസ്. അപ്പോൾ എന്താ? L റേസ് ടു c ഇസ് ഈക്വൽ ടു എന്താ? m റേസ് ടു ഇസ് ഈക്വൽ ടു m റേസ് ടു a, പിന്നെ L റേസ് ടു b യും അപ്പോൾ എന്താ? L റേസ് ടു b പ്ലസ് c, പിന്നെ t റേസ് ടു -b ഉണ്ടാവും. ഓക്കെ അല്ലേ? m റേസ് ടു a, L റേസ് ടു b പ്ലസ് c, പിന്നെ t റേസ് ടു -b. ഇതാണ് എന്ത്? ലെഫ്റ്റിൽ m L t റേസ് ടു -2. ഇക്വേഷൻ 1 കൊടുത്തു കേട്ടോ. ഇനി അടുത്ത് ഇവിടെ m പറയുമ്പോൾ a is equal 1. അപ്പോൾ എന്താ? a is equal to എന്താണ്? 1 ആണ്. പിന്നെ L b പ്ലസ് c എന്താണ്? 1 ആണ്. -2 അപ്പോൾ എന്താ? -b എന്താണ്? -2 ആണ്. സോ ഒരു കാര്യം കിട്ടി. a is equal to 1 എന്ന് കിട്ടി, b is equal to 2 എന്ന് കിട്ടി. ഓക്കെ ആണോ? a കിട്ടി, b കിട്ടി, ഇനി c വേണം. അപ്പോൾ എന്താ?
B പറഞ്ഞാൽ 2 plus C is equal to 1. C is equal to -1. അപ്പോൾ എയും ബിയും സിയും കിട്ടി. നേരെ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക പറ? ദാറ്റ് ഈസ് FC is equal to K വാല്യൂ 1, കോൺസ്റ്റന്റ് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ M raised to, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെച്ച് എഴുതിയോ കുഴപ്പമൊന്നുമില്ല. FC is equal to K into M raised to. M raised to എന്താ? A എത്ര? 1. V raised to B എത്ര? 2. C raised to അപ്പോൾ എന്താ? R raised to C -1. So that is equal to K into mv square by r എന്നുണ്ടാവും. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. കെന്റെ വാല്യൂ 1 ആക്കി ഇനി കൊടുക്കുകയാണെങ്കിൽ എഫ് സി സി ഈക്വൽ ടു എന്ത് എഴുതാം? എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ. ഇത് കെ ഇസ് ഈക്വൽ ടു 1 ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഓക്കെ, നമ്മൾ ചുമ്മാ കൊടുത്തതേ ഉള്ളൂ. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ നമുക്കറിയാം. അപ്പോൾ കെ 1 ആണല്ലോ, നിർബന്ധമല്ലേ? ആ രീതിയിലേക്ക് ചെയ്തേ ഉള്ളൂ. ഡയമെൻഷണൽ മെത്തേഡിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോൺസ്റ്റൻസിന്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. Right? Okay, അടുത്ത്. In the HCl molecule, the separation between nuclei of the two atoms is about 1.27 angstrom. HCl molecule consider ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 1.27 angstrom ആണ്. അടുത്ത്, find the approximate location of center of mass of the molecule. ഈ മോളിക്യൂളിന്റെ സെന്റർ ഓഫ് മാസിന്റെ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം. Given that a chlorine atom is about 35.5 times as massive as hydrogen atom. അപ്പോൾ mass of hydrogen എന്ന് പറഞ്ഞാൽ mass of hydrogenന്റെ 35.5 times ആണ് എന്ത്? mass of chlorine എന്ന് അവർ പറഞ്ഞു. ആയിക്കോട്ടെ. And nearly all the mass of atom is concentrated in its nucleus. എല്ലാ മാസും ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ആക്കിയതെന്നുള്ളതും അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് സെൻറ്റർ ഓഫ് മാസ് കാണണം. സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ മക്കളെ ശ്രദ്ധിക്കട്ടോ. സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇതിന് ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞില്ല, 2 പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ. ഓക്കെ, എന്താ ഇവിടെ നോക്കടാ, ഇതൊരു കോർഡിനേറ്റ് ആക്സിസ് ആക്കിയിട്ട് മാറ്റാം. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താ വരിക? 0 0. സെറ്റ് അല്ലേ? ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താ വരിക? അവിടുത്തെ എക്സ് കോർഡിനേറ്റ് മീൻസ് ഈ നീളമാണ്. അതെന്താ വരിക? 1.27 ആംസ്ട്രോങ് ആണ്. പിന്നെ 1.27 ഇട്ടാൽ മതി. ഓക്കെ, വാല്യൂ. പിന്നെ അടുത്ത് അതിൻ്റെ വൈ കമ്പോണന്റ്, എക്സ് കോർഡിനേറ്റ് ഇതാണ്, വൈ കോർഡിനേറ്റ് എന്താ? 0 വരിക. സോ 0. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? ഇവിടെ സെൻറ്റർ ഓഫ് മാസ് ഈ ലൈനിൽ എവിടെ ഒന്നായിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇതാണ്. അതാണെങ്കിൽ അതിൻ്റെ എക്സ് സെൻറ്റർ ഓഫ് മാസ് കണ്ടാൽ മതി. ബിക്കോസ് വൈ സെൻറ്റർ ഓഫ് മാസ്, അതായത് പിന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായാലും 0 നമുക്ക് ഉറപ്പാണ്. ഓക്കെ, സോ ഇവിടുന്ന് എക്സ് ഇ എം കാണണം. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ എക്സ് ഇ എം? സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? m1 x1 പ്ലസ് m2 x2 ബൈ m1 പ്ലസ് m2 ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 ഇവൻ്റെ മാസ്, അവൻ്റെ മാസ് എന്താ? mh, മാസ് ഓഫ് ഹൈഡ്രജൻ, ഇൻറ്റു അവൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 0 പ്ലസ് അടുത്ത് മാസ് 2 ആരാ? ക്ലോറിൻ. അവൻ്റെ പിന്നെ മാസ് എന്താ? 35.5 ടൈംസ് മാസ് ഓഫ് ഹൈഡ്രജൻ ആണ്, ഇൻറ്റു x2 എന്താ? ക്ലോറിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 1.27 ആംസ്ട്രോങ് ഡിവൈഡഡ് ബൈ അടുത്ത് m1 പ്ലസ് m2 രണ്ടും കൂട്ടണം. അപ്പോൾ എന്താ? mh, മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് മാസ് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35.5 mass of hydrogen. ഓക്കെ ആണല്ലോ? ഹൈഡ്രജൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 0 ആയി പോയില്ലേ? 0 ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? 35.5 ഇൻറ്റു 1.27 mh അല്ലേ? mh അല്ലേ? ബൈ താഴെ 35.5 1 36.5. അപ്പോൾ എന്താ? 36.5 എന്തുണ്ടാകും? mh ഉണ്ടാകും. mh കട്ടാവും. സോ എന്താ വരിക? ഇത് ഡിവൈഡ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. അത്രയും എന്താ മക്കളെ? ആംസ്ട്രോങ് ഫ്രം ഹൈഡ്രജൻ. ഹൈഡ്രജനിൽ നിന്നാണ് എത്ര കിട്ടിയത്? അത്രയും ആംസ്ട്രോങ് കിട്ടുക. എന്തായാലും അത് 1.27 കുറവേ ഉണ്ടാവുള്ളൂ. റൈറ്റ്? ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കാണാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലിസൺ, അപ്പോൾ ഇത്രേ ഉള്ളൂ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള പരിപാടി. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ NCERT ഉണ്ട്. ഓൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. കാർബൺ മോണോക്സൈഡ് ഇതേപോലെ. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത്, using kinetic theory of gases, prove that the average kinetic energy of a gas molecule is proportional to the absolute temperature of the gas. എന്താ പറഞ്ഞത്? using kinetic theory of gas, prove that the average kinetic energy of gas molecule is directly proportional to absolute temperature എന്നുള്ളത് പ്രൂവ് ചെയ്യണം. So listen,
So pressure is equal to 1 by 3 nmvrms square. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണെങ്കിൽ ചെറിയ മാർക്ക് 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ P is equal to 1 by 3 n. n പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അതെന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു m ഇൻറ്റു VRMS സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് ഈ V ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ എന്താ? PV 1 by 3 nmvrms സ്ക്വയർ എന്നുണ്ടാവും. n എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. m എന്താ? മാസ് ഓഫ് 1 മോളിക്യൂൾ. അപ്പോൾ ഈ സാധനം എന്തായി മാറി? ടോട്ടൽ മാസ് ഓഫ് മോളിക്യൂൾസ് ആയി മാറി. ഇൻറ്റു VRMS സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സാധനം അല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. PV is equal to ഞാൻ NKBT എന്ന് എഴുതും. is equal to 1 by 3 into 1 by 3 into എടാ ഞാൻ ഒരു 2 by 2 ചെയ്തു. 2 by 2 പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. ബാക്കി എന്താ ഉണ്ടാവുക? ഇതെന്താ? NM എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഇൻറ്റു V സ്ക്വയർ. എന്താ സാധനം? ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ഓഫ് ദി ഗ്യാസ് ഇൻറ്റു VRMS സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് അങ്ങനെ എഴുതിയാലോ? 2 by 3 ഇൻറ്റു ഹാഫ് MVRMS സ്ക്വയർ എന്ന് എഴുതാണ്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കും മക്കളെ, എന്താ വരിക നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നുകൂടി ഇങ്ങനെ കൊണ്ടുപോകാം. അതായത് ഒരു മോളിക്യൂൾ. അപ്പോൾ PVക്ക് ഞാൻ എന്ത് കൊടുത്തു? NKBT കൊടുത്തു. 1 സെക്കൻഡ്. PVക്ക് ഞാൻ NKBT കൊടുത്തു. is equal to 1 by 3 nmvrms സ്ക്വയർ. ഈ n ക്യാൻസൽ ഔട്ട് ചെയ്യാം വേഗം. ഈ അടുത്ത് KBT is equal to ഞാൻ 2 by 3 നാക്കി. ഞാൻ 2 by 3 നാക്കി ഇൻറ്റു ഒരു ഹാഫ് ഇട്ട് കൊടുത്ത്. ഇൻറ്റു ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ഈ 2 കട്ടാവൂലേ? കുഴപ്പമില്ല. ഇൻറ്റു ഹാഫ് ഇൻറ്റു m ഇൻറ്റു VRMS സ്ക്വയർ. ഈ സാധനം എന്താ? ഒരു മോളിക്യൂളിൻ്റെ മാസായ m. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? KBT is equal to 2 by 3 into average kinetic energy of 1 molecule. So from here 3 KBT by 2 is equal to kinetic energy. അപ്പോൾ എന്താ? Average kinetic energy is proportional to എന്താ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഓക്കെ അല്ലേ? സോ വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. സോ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. P is equal to 1 by 3 nmvrms സ്ക്വയർ. ഓക്കെ, റെഡി? Show that the acceleration due to gravity at a depth d below the surface of Earth is given by this one, where g is acceleration due to gravity at the surface of Earth. Okay, so listen, the acceleration due to gravity in depth are a variation of g depth ആണ്. So this is d. Okay, സെൻറ്ററിലേക്കുള്ള റേഡിയസ് ഈസ് r. അങ്ങനെയാണെങ്കിൽ what is g at this surface? g is equal to g m by r സ്ക്വയർ എഴുതാം. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്. റോ ഇസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട് മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr ക്യൂബ്. മാസ് എന്ന് പറഞ്ഞാൽ gr സ്ക്വയർ ബൈ g എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 4/3 4 πr ക്യൂബ് ഉണ്ട്. 3 മുകളിൽ കയറും. സോ ഇവിടുന്ന് r സ്ക്വയർ കട്ടാകുമ്പോൾ 3g by 4πrg എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഡെൻസിറ്റിക്ക്. From here g is equal to 4πr rho g by 3. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, സോ g is equal to എന്താ? 4πr rho g by 3 ഇവിടുത്തെ g. ഓക്കെ, നൗ നെക്സ്റ്റ് ഈ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വാട്ട് വിൽ ബി g ഡാഷ്? 4πക്ക് മാറ്റമല്ല, പക്ഷെ ആ റേഡിയസിന് മാറ്റമുണ്ട്. റേഡിയസ് എന്തായി മാറി? ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ r മൈനസ് ഡി ആയിട്ട് മാറി. ഇവിടെ ആണെങ്കിൽ റേഡിയസ് എന്താ വരിക? r തന്നെയാണ്. ഇവിടെ റേഡിയസ് എന്താ വരിക? r മൈനസ് ഡി ആ വരിക. അപ്പോൾ എന്താ? r മൈനസ് ഡി ഇൻറ്റു റോ. റോ മാറ്റമല്ല, ജിക്ക് മാറ്റമല്ല, ബൈ 3. ജി എന്താ വരിക? 4πr rho g by 3 ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ദിസ് ഇക്വേഷൻ 2, ദി ഇക്വേഷൻ 1. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? എന്താ ഉപയോഗിക്കുക? ദാറ്റ് ഈസ് g ഡാഷ് ബൈ g ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക? is equal to 4πr minus d rho g by 3 by 4πr rho g by 3. 4π rho g 3. Answer is r minus d by r, that is equal to 1 minus d by r. So we got
G dash is equal to G into 1 minus D by R. That is the right answer. Okay, okay, simple question. അടുത്തത് listen. The various forces acting on a car on a banked road are shown in the figure. നേരത്തെ വരച്ച സെയിം സാധനം ഓർമ്മല്ലേ? കാറിൽ ഇങ്ങനെ mg കാണിച്ചു അല്ലേ, ഇങ്ങനെ റിയാക്ഷൻ കാണിച്ചു, ഇങ്ങനെ ഫ്രിക്ഷൻ കാണിച്ചു. ഇത് റിയാക്ഷൻ്റെ കോസ് കമ്പൗണ്ട്, ഇത് റിയാക്ഷൻ്റെ സൈൻ കമ്പൗണ്ട്, ഇത് ഫ്രിക്ഷൻ്റെ കോസ് കമ്പൗണ്ട്, ഇത് ഫ്രിക്ഷൻ്റെ സൈൻ കമ്പൗണ്ട്. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഓക്കെ, നെയിം ദ ഫോഴ്സസ് ലാബിൾഡ് എൻ ആൻഡ് എഫ്. എൻ പറഞ്ഞ നോർമൽ റിയാക്ഷൻ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അടുത്ത് the sum of the forces dash and dash provides the necessary centripetal force for the car. ഏതൊക്കെ ഫോഴ്സുകളാണ്, ഏതൊക്കെ ഫോഴ്സുകളുടെ സമ്മാണ് നിങ്ങൾക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് തരികയാണ്? ഏതൊക്കെയാണ്? സൈൻ കമ്പൗണ്ട് ഓഫ് നോർമൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ഹൊറിസോണൽ കമ്പൗണ്ട് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണൽ കമ്പൗണ്ട് ഓഫ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. സെറ്റ് അല്ലേ? യെസ്. അടുത്ത് fill in the blanks. മക്കളെ, fill in the blanks. Okay, name of base quantity, length ആണ്. name of SI യൂണിറ്റ് ഉണ്ട് കേട്ടോ. base quantity ലെങ്ത്തിന്റെ മീറ്റർ ആണ്. മാസിൻ്റെത് എന്താ മക്കളെ? കിലോഗ്രാം. അടുത്ത് ഡാഷിൻ്റെ സെക്കൻഡ് എന്താണ്? ടൈമിൻ്റെത് സെക്കൻഡ്. ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ SI യൂണിറ്റ് എന്താ മക്കളെ? ആംപിയർ. അടുത്ത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണെങ്കിൽ മക്കളെ എന്താ വരിക? കെൽവിൻ. മോൾ ആണെങ്കിൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇനി കാൻഡേല എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ കാൻഡേല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അത് എന്തായാലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും കൃത്യമായി പഠിച്ചു വെക്കണം നിർബന്ധമാണ്. അടുത്ത് An astronaut in a space shuttle moves along a straight line. The data given below give the measured velocity starting from t is equal to 2 seconds. Draw the velocity time graph from 2 seconds to 16 seconds. So 2 second മുതൽ 2 second മുതൽ 16 second വരെയുള്ള എന്ത് വരക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. സോ നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുക. ഓക്കെ, വരച്ചു. ടൈം 2468 ആണ്. സോ 2 4 6 8 10 12. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് മാത്രം വരക്കാം. ഓക്കെ, 2 to 6 മൊത്തം വരക്കണം. ഇനി അടുത്ത വെലോസിറ്റി ഏതൊക്കെയാണ്? വെലോസിറ്റി 2, പിന്നെ 4, പിന്നെ 6. ഓക്കെ, 2 0, പിന്നെ അങ്ങോട്ടേക്ക് പോകണം അല്ലേ? ആയിക്കോട്ടെ. പിന്നെ അങ്ങോട്ടേക്കാണ് താഴേക്ക് കൊണ്ട് വെലോസിറ്റി കേട്ടോ. താഴേക്കും പോണേ. ഏതൊക്കെയാണ്? 0 -2 -2 -4 -2. ഓക്കെ, സോറി -2. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നീട്ടണം. 12 പോരാ, 14 16. ഓക്കെ, സോ 2 2. ഓക്കെ, പിന്നെ 4 സെക്കൻഡിൽ എത്ര? 4. റൈറ്റ്. പിന്നെ 6 സെക്കൻഡിൽ എത്ര? 6. സെറ്റ്. പിന്നെ 8 സെക്കൻഡിൽ പിന്നെ 2 വന്നു. 8 സെക്കൻഡിൽ പിന്നെ 2 വന്നു. പിന്നെ 10 സെക്കൻഡിൽ 0. ദിസ് പോയിന്റ് ഇവിടെ. പിന്നെ 12 സെക്കൻഡിൽ -2. ഇവിടെ. പിന്നെ 13 സെക്കൻഡിൽ എത്ര? -4 വന്നത് 13ൽ. സോ ദിസ് ഇവിടെ വന്നു. പിന്നെ 16ൽ -2 ദിസ് വൺ. മൊത്തം കൂട്ടി അങ്ങ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. സോ ഇവിടുന്ന് വരയ്ക്കുക. ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. അത് കൂട്ടി അങ്ങ് വരച്ചാൽ മതി. റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ്. State the law of static friction. Law of static friction ഒന്നാമത്തെ ലോ ആയിട്ട് എഴുതേണ്ട കാര്യം ശ്രദ്ധിക്കുക. അതായത് the value of limiting friction is depends on എന്താണ്? nature of two surfaces in contact. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം a static friction acts tangential to the two surfaces in contact. കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾക്കും ടാൻജൻഷ്യൽ ആയിട്ടാണ് ഏതുണ്ടാവുക? സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അത് കൈൻഡ് ഫ്രിക്ഷൻ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ the value of limiting friction does not depends on area of contact. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ കുത്തനെ വെച്ചാലും ഇങ്ങനെ കുത്തനെ വെക്കുകയാണെങ്കിലും അതിങ്ങനെ എന്താ പറയുക ആ ബോഡി ഇങ്ങനെ കടത്തി വെക്കുകയാണെങ്കിലും ഒക്കെ
സെയിം ബോഡി അടുത്ത രണ്ടും സെയിം ബോഡിയാണ്. ഒന്ന് കുത്തനെ വെച്ചു, ഒന്ന് കടത്തി വെച്ചു. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിക്ഷൻ എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഏരിയ ഡിപ്പെൻഡ് ചെയ്യില്ല ഫ്രിക്ഷൻ. അതാണ് തേർഡ് പോയിന്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ആണ് ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ടു സർഫസ് ഡസ് നോട്ട് അല്ല, ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്? static friction acts tangential to the two surfaces in contact. മൂന്നാമത്തെ എന്താണ്? The value of limiting friction does not depends on area of contact. And the last one is the value of limiting friction is directly proportional to normal reaction. Right? Okay. Define angular velocity. Write the equation showing its relation with linear velocity. എന്താണ് angular velocity? Angular velocity എന്ന് പറഞ്ഞാൽ it is the angular displacement covered by a body in 1 second. അടുത്ത്, write the equation showing its relation with linear velocity. Angular velocity is equal to, linear velocity is equal to omega cross r. ഓക്കെ, ഇതാണ് ശരിക്കും അതിൻ്റെ എന്ത് വെക്റ്റർ ഫോം. അല്ലെങ്കിൽ v is equal to r omega എന്ന് എഴുതിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇതിൻ്റെ കറക്റ്റ് ഒറിജിനൽ വെക്റ്റർ ഫോം ട്ടോ. ഓക്കെ, ഇത് ലീനിയർ വെലോസിറ്റി, ഇത് ആംഗുലർ വെലോസിറ്റി. റൈറ്റ്? അടുത്ത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ്? ഒരു റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം? ഒന്ന്, മാസ്. എന്താണ് മാസ്? രണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. മൂന്നെന്താ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ ഏത് മാറിയാലും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താവും? ചേഞ്ച് ആവും. മാസ് മാറിയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, ഒരു മാസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണോ പരത്തി വെക്കണോ തമ്മിൽ വ്യത്യാസമുണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക്. ഓക്കെ, സോ ആ മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ എന്താണ്? ഏത് ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഇനി അടുത്ത്, derive an expression for acceleration due to gravity at any point above the surface of earth. എർത്തിന്റെ സർഫസിൽ ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ വേരിയേഷൻ ഓഫ് ജി ടു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് h ഹൈറ്റിലാണ് സാധനം ഉള്ളത് കേട്ടോ. സോ സർഫസിൽ ജി എന്താ മക്കളെ? ജി ഈസ് ഈക്വൽ ടു gm/r² എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഈ റേഡിയസ് r ആണെങ്കിൽ ഇത് ജി ഡാഷ് ആണ്. ഇവിടെ എന്താ വരിക? gm/r plus h the whole square ആണ് വരിക. സോ വാട്ട് ഈസ് g dash by g? That is equal to gm/r plus h whole square by gm/r² എന്നുണ്ടാവും. ഇത് കട്ടാവും. സോ വാട്ട് ഈസ് r² r plus h whole square എന്നുണ്ടാവും. റൈറ്റ്? r² ഞാൻ അടിയത്തൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ r² plus 2rh plus h² എന്നുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു r² ഞാൻ അവിടെ നിന്ന് r² ഇതാ ഇങ്ങനെ ചെയ്താ കേട്ടോ. r² plus 2r² h/r എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. r കട്ടായാൽ എന്തായി? ആയി. ഒരാൾ ഇവിടെ കട്ടായാൽ 2rh എന്നായി. പിന്നെ r² h² r² എന്ന് എഴുതി. എന്നിട്ട് മൊത്തം ഞാൻ ഒരു r² പുറത്തേക്ക് എടുക്കുമ്പോൾ r² ഇൻറ്റു ഇവിടെ ബാക്കി 1 പ്ലസ് ഇവിടെ 2h/r പ്ലസ് എന്താണ് h² എന്നുണ്ടാവും. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ r² കട്ടാവും. സോ 1/1 എന്ന് പറഞ്ഞാൽ 1² പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു h/r എന്ന് എഴുതി. അടുത്ത ടേമിനെ 2h/r 2 ഇൻറ്റു 1 ഇൻറ്റു h/r. പിന്നെ അടുത്ത എന്താ? h/r the whole square എന്നും എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1/a² plus 2ab plus b² ഫോർമാറ്റ് അല്ല. അപ്പോൾ എന്താ? a plus b the whole square എന്ന് വരും. ഇത് മുകളിൽ കയറുമ്പോൾ എന്താ? 1 plus h/r whole raised to -2 എന്നാവും. ഓക്കെ, സോ ദാറ്റ് ബിക്കംസ് g dash by g is equal to 1 plus h/r whole raised to -2. g dash is equal to g into 1 plus h/r whole raised to -2. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Using kinetic theory of an ideal gas, prove that the average kinetic energy of a molecule is proportional to absolute temperature of gas. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ്. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി അടുത്ത്,
The correctness of an equation can be checked using the principle of homogeneity in dimensions. Okay. State the principle of homogeneity. Is very important question. എന്താണ് principle of homogeneity എന്ന് പറഞ്ഞാൽ the dimension formula of an equation, the dimension formula of LHS of an equation will be equal to the dimension formula of RHS of that equation. Okay, അത്രേ ഉള്ളൂ. Dimensional formula of LHS of an equation will be equal to dimensional formula of RHS of that equation ആണ് അടുത്തത്. Using this principle, check whether the equation x is equal to ut plus half y square is dimensionally correct. അത് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഡയമെൻഷൻ ഇങ്ങനെ ചെയ്യേണ്ടത്. Dimensional formula of x is equal to എന്താ മക്കളെ x ന്റെ എല്ലാ വരിക. Dimensional formula of ut എന്താ വരിക? u പറഞ്ഞാൽ എന്താ? വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. സോ lt raised to -1 ആ വരിക ഇൻറ്റു t ന്റെ t വരും. അപ്പോൾ t raised to -1 t കൂടി എന്താവും? അത് കട്ടായി പോകും. അപ്പോൾ എന്താ വരിക? l എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഡയമെൻഷണൽ ഫോർമുല. അപ്പം ഇങ്ങനെ പ്ലസ് ഇട്ടോ മൈനസ് ഇട്ടോ വരുന്ന ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഡയമെൻഷൻ ഫോർമുലയും എന്താവണം? സെയിം ആവണം. അപ്പോൾ ഇക്വേഷൻ എന്താവുള്ളൂ? ഡയമെൻഷനലി കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഹാഫ് at സ്ക്വയർ ആണെങ്കിൽ എൻ്റെ എന്താ? lt raised to -2. ഇനി ടി സ്ക്വയറിൻ്റെ എന്താ? ടി സ്ക്വയർ. ഇത് രണ്ടും കട്ടാവും. അപ്പോൾ എന്താ വരിക? L തന്നെ വരും. അപ്പോൾ എന്താ? മൂന്നിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, derive an expression for centripetal acceleration with neat figure. Okay, centripetal acceleration ന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സോ ഒരു ഫിഗർ വരക്കുന്നു. ദാ ഇവിടെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് വെലോസിറ്റി കാണിക്കുക. ഇവിടുന്ന് വെലോസിറ്റി ഇങ്ങനെ കാണിക്കുക, വെലോസിറ്റി ഇങ്ങനെ കാണിക്കുക. ഓക്കെ. സോ ഈ ഒരു വെലോസിറ്റി അങ്ങോട്ടേക്ക് മാറ്റി വരക്കും. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരക്കും. ദിസ് ഈസ് v1. അപ്പോൾ ഇതും v1 തന്നെയാണ്, ഇത് v1 തന്നെയാണ്, ഇത് v2 എന്ന് കാണിച്ചോ. ഇത് യൂണിഫോം എന്താണ്? സർക്കുലർ മോഷനാണ്. സോ v1ൻ്റെയും v2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്താ? ഡിഫറെൻ്റ് ആണ്. സോ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഓക്കെ. സോ ഇവിടുന്ന് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ലെങ്ത് ഈസ് റേഡിയസ് r ആക്കി എടുത്തോ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ടേക്കും വരച്ചു. അടുത്തതായി ഇവിടുന്ന് ബോഡി ഇവിടേക്ക് എത്താനുള്ള സമയമാണെന്ത്? ഡെൽറ്റ ടി. സെറ്റ് അല്ലേ? സെറ്റ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ഞാൻ കുറേ ആംഗിൾസ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒറ്റയടിക്ക് കാണിക്കുകയാണ്. അതായത് ഇവിടെ ഇത് കാണിച്ച്, ഇതിന് എക്സ് കാണിച്ച്, ഇവിടെ 90 - x കാണിച്ച്, അങ്ങനെ പോയിട്ട് ഈ ആംഗിൾ നിങ്ങൾക്ക് തീറ്റ എന്ന് കിട്ടിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എന്താണ്? തീറ്റ. റൈറ്റ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇത് ഫൈനൽ വെലോസിറ്റി ആണ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്താ? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു വെലോസിറ്റി വെക്ടർ, ഇത് വെലോസിറ്റി വെക്ടർ ആണ്. ഈ വെലോസിറ്റി വെക്ടറിന് ഈ വെലോസിറ്റി വെക്ടർ കുറച്ചിട്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടി. റൈറ്റ്. ഓക്കെ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇവിടെ നോക്കടാ, ഞാൻ ഇവിടെ ഇത് O, ഇത് A, ഇത് B. സെറ്റ്. ഞാൻ ഇവിടെ ഈ വെലോസിറ്റി മൈനസ് ഈ വെലോസിറ്റി കാണാൻ പോവാം. ഈ വെലോസിറ്റി മൈനസ് ഈ വെലോസിറ്റി എങ്ങനെ കാണുക? ഈ വെലോസിറ്റി പ്ലസ് ഇത് തിരിച്ചിട്ട് വെലോസിറ്റി, അതായത് ഇത് v1 ആണെങ്കിൽ ഇതെന്താ? -v1. അപ്പോൾ v2 പ്ലസ് -v1 എന്തായിരിക്കും? v2 - v1 ആയിരിക്കും. സോ v2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ. -v1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ദിസ് ഈസ് v2 ആൻഡ് ദിസ് ഈസ് -v1 വെക്ടർ. ഓക്കെ ആണോ? സോ വാട്ട് ഈസ് v2 പ്ലസ് -v1? v2 പ്ലസ് -v1 വിൽ ബി this one. Okay. അപ്പോൾ ഇതെന്താ സാധനം? v2 പ്ലസ് -v1. എന്താ? v2 - v1. v2 - v1 എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ. അപ്പോൾ അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് ബൈ ടൈം അടിച്ചാൽ എന്തായി? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയി. റൈറ്റ്. ഓക്കെ. സോ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ. ബിക്കോസ് ഈ ലൈൻ ആണല്ലോ, ഈ ലൈൻ ഒക്കെ ഒന്ന് സെയിം പാരലൽ ലൈൻസ് ആണ്. ഓക്കെ. സോ ലിസൺ. അപ്പോൾ ഈ ലൈനും ഇതും പാരലൽ ആണ്, ഇതും പാരലൽ ആണ്. സോ ഈ രണ്ട് ലൈനും അല്ലേ ശരിക്കും എന്താ? ഈ രണ്ട് ലൈൻസും ഇതുപോലെ ഇത് രണ്ടും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഈ ആംഗിളും എന്താ? തീറ്റ. സോ ലിസൺ. അപ്പോൾ ഞാൻ ഇവിടെ പറയാണ്, ഞാൻ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ. ഇത് തീറ്റ. അപ്പോൾ ഇത് ശരിക്കും ഐസോസെലസ് ട്രയാംഗിൾ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഈ ആംഗിൾ, ഇതും ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഈ സാധനവും എന്താ? സെയിം മാഗ്നിറ്റ്യൂഡ്സാ, സെയിം മാഗ്നിറ്റ്യൂഡ്സ്, ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇത് ട്രയാംഗിൾ ഐസോസെലസ്. സോ ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് തീറ്റ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? എക്സ്. ഓക്കെ. ഇതും എന്തായിരിക്കും? ആ തീറ്റ കൊടുത്താണ് അടി.
ഇത് എക്സ്, ഇതും എന്താ എക്സ്. അപ്പോൾ ഈ ട്രയാങ്കിളും എന്താ സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം, സിമിലർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ തീറ്റ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ എ ബി. അപ്പോൾ എന്താ എ ബി ബൈ ഇവിടെ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആർ ബൈ ഇവിടെ എക്സിൻ്റെ ഓപ്പോസിറ്റ് എന്താ V2. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് V1ൻ്റെ മാഗ്നിറ്റ്യൂഡും V2ൻ്റെ മാഗ്നിറ്റ്യൂഡും എന്താ സെയിം ആണ്. ഞാൻ V എന്ന് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് V2ൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി, എക്സിന് ഓപ്പോസിറ്റ് V2, അപ്പോൾ എന്താ V എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എ ബി പറഞ്ഞാൽ എന്താ ഡിസ്പ്ലേസ്മെന്റ്. ആദ്യം മനസ്സിലാക്കേണ്ടത് എയും ബിയും അടുത്തടുത്ത രണ്ട് പോയിന്റ്സ് ആണ്. ഈ ആംഗിൾ വളരെ ചെറുതുവാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ എടാ എ ബിന് ഞാൻ V ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതും. എ ബി പറഞ്ഞാൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എഴുതി. സ്പീഡ് എന്താ V ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, സോ ബൈ എന്തുണ്ടാവും ഡെൽറ്റ V ഇസ് ഈക്വൽ ടു ആർ ബൈ V. ഫ്രം ഹിയർ ഇത് തിരിച്ചിടും. അപ്പോൾ എന്താ ഡെൽറ്റ V ബൈ V ഡെൽറ്റ ടി is equal to V by R എന്നുണ്ടാവും. From here what is delta V by delta T is equal to V square by R. So this will becomes centripetal acceleration, that is equal to V square by R. ഏറ്റവും സിമ്പിൾ മെത്തേഡ് എടാ മക്കളെ ചെയ്യാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഫിഗറാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ഫിഗറിൽ ഞാൻ കുറേ സംഭവം സ്കിപ്പ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ രണ്ട് ആംഗിൾസും നിങ്ങൾ അങ്ങ് ബൈഹാർട്ട് ചെയ്യണം ഈക്വൽ ആണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മേ ബി ചോദിച്ചേക്കാം. നിർബന്ധമായിട്ടും വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. An object is dropped from a height h as shown below. Show that the total energy is conserved at the points A, B, C. മൂന്ന് പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യും? എയിൽ എടാ ഡ്രോപ്പിംഗ് ആണ്. ഇവിടെ യു എന്താണ്? 0 ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. എച്ച് അല്ലേ? ക്യാപിറ്റൽ എച്ച് അല്ല കൊടുത്തത് അല്ലേ? ക്യാപിറ്റൽ എച്ച് ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ എച്ച് ആണ്. സോ ദിസ് വിൽ ബി ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഇവിടുത്തെ വെലോസിറ്റി ഞാൻ V ഡാഷ് എന്ന് കൊടുക്കും, ഇവിടുത്തെ വെലോസിറ്റി ഞാൻ V എന്നും കൊടുക്കും, ഇവിടുത്തെ വെലോസിറ്റി V എന്ന് കൊടുക്കും. ഓക്കെ, സോ ഞാൻ അറ്റ് എയിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? 0 അല്ല mgh അല്ലേ? എന്താ അവിടുത്തെ കൈനറ്റിക് എനർജി? 0. താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്, വെലോസിറ്റി 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് അറ്റ് ബി അവിടെ കൂടാതെ ടോട്ടൽ എനർജി എന്താ വരിക? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh പ്ലസ് 0 ദാറ്റ് ബിക്കംസ് mgh. അറ്റ് ബിയിൽ എന്താ? ബിയിൽ എത്തുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. എന്താ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു mg എന്താ വരിക? സ്മോൾ h. ഓക്കെ, ഇനി എന്താ കൈനറ്റിക് എനർജി വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡാഷിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ഡാഷ് എന്താണെന്നുള്ളത് കാണണം. വി ഡാഷ് കാണാൻ വേണ്ടി വി ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a s. എസ് പറഞ്ഞാൽ എന്താ? എച്ച് മൈനസ് എച്ച് ഉണ്ടാവും. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? വി ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എന്താ? 0 പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എന്നുണ്ടാവും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2a ഇൻറ്റു എച്ച് മൈനസ് എച്ച്. ഈ 2 കട്ടാവും. അപ്പോൾ എന്താ? എ അല്ലടാ ജി ആവേ, എ എന്നുള്ളത് ജി ആവൂലേ? സോ 2g ഇൻറ്റു എച്ച് മൈനസ് എച്ച്. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? 2g വരും അല്ലേ? അപ്പോൾ എന്താ? mgh minus mgh. So what is total energy? Total energy is equal to mgh plus mgh minus mgh. ഇത് കട്ടാവുമ്പോൾ becomes mgh എന്ന് വരും. ഓക്കെ, ഇത് ഇനി അടുത്ത പോയിന്റ് ഏതാ മക്കളെ? സി എന്ന പോയിന്റിലേക്ക് പോകുമ്പോൾ അറ്റ് സി എത്തുമ്പോൾ ഹൈറ്റ് മൊത്തം പോയി. അപ്പോൾ എന്താ? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം മോഷൻ, ഇവിടെ താഴെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ചാമ്പുമ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്താ? 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജി. എ പറഞ്ഞാൽ എന്താ? ജി ഇൻറ്റു എസ് എന്താ? മൊത്തം ഹൈറ്റ് എച്ച്. ഓക്കെ, സോ വി സ്ക്വയർ ഇസ് 2gh വരും. അപ്പോൾ എന്താ? ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. സോ ഇവിടെ കട്ടാകുമ്പോൾ എന്താ? mgh. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു mg എന്താ വരിക? ഇത് എച്ച് വ്യത്യാസമുണ്ടേ, mgh. So total energy will be equal to
mgh is the right answer. Okay, so എല്ലാ പോയിന്റിലും ടോട്ടൽ എനർജി എന്താണ് കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം. സെറ്റ് മക്കളെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ടൊന്ന് പഠിക്കുക. കാരണം ഇപ്പോൾ ഞാൻ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഷുവറാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ ഈ ചെയ്ത ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ മൊത്തം എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒക്കെ ഡീൽ ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആവണം, നന്നായി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണം, നിങ്ങൾക്ക് പറ്റുന്നുള്ള കാര്യം. ടെൻഷൻ ഇല്ലാതെ എക്സാം ഹാളിൽ കയറണം, കൂളായിട്ട് എക്സാം എഴുതണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.